ഹായ് എവരി വൺ, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു എഡ്യൂക്കേറ്റർ ലേണിംഗ്. നിങ്ങളുടെ സ്വന്തം RRP ആണ്. മകളെ, എക്സാമിന്റെ പ്രിപ്പറേഷൻ ഒക്കെ അടിപൊളിയായിട്ട് പോകുന്നെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ജാനുവരി 15 നമ്മൾ അനൗൺസ് ചെയ്ത മോക്ക് സീരീസിന്റെ രണ്ടാമത്തെ മോക്ക് സീരീസ് ആണ്. അപ്പോൾ ഫസ്റ്റ് മോക്ക് സീരീസ് ഒക്കെ നിങ്ങൾ പ്രോപ്പർ ആയിട്ട് അറ്റൻഡ് ചെയ്തു, വീഡിയോ ക്ലാസ് ഒക്കെ കണ്ടു എന്ന വിശ്വാസത്തോടെയാണ് രണ്ടാമത്തെ മോക്ക് സീരീസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. എനിക്ക് നിങ്ങളോടൊരു റിക്വസ്റ്റ് ഉണ്ട്. വീഡിയോ ക്ലാസ് കാണുന്ന എല്ലാ വിദ്യാർത്ഥികളോടും, ഈ എക്സാം അറ്റൻഡ് ചെയ്യുന്ന എല്ലാ എൻ്റെ സുഹൃത്തുക്കളോടും എല്ലാ കുട്ടികളോടും എനിക്കൊരൊറ്റ സജഷനേ ഉള്ളൂ. നിങ്ങൾ ഓരോ സീരീസ് കാണുമ്പോഴും നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ആയിട്ട് ഉറപ്പായിട്ട് ഇടേണ്ടതാണ്. അത് ക്ലാസ് മനസ്സിലാവുന്നുണ്ടെങ്കിലും മനസ്സിലാവുന്നില്ലെങ്കിലും, എക്സാമിന്റെ പാറ്റേൺ അല്ലെങ്കിൽ എക്സാം നിങ്ങൾക്ക് ഡിഫിക്കൽട്ട് ആവുന്നുണ്ട്, എന്ത് കാര്യം ഉണ്ടെങ്കിലും എന്ത് കൺസേൺ ഉണ്ടെങ്കിലും വീഡിയോയുടെ താഴെ തന്നെ കമന്റ് ചെയ്യുക. ചിലർ പേഴ്സണലി വാട്സാപ്പിലും അതേപോലെ ഇൻസ്റ്റാഗ്രാം പേജിലും ഒക്കെ മെസ്സേജ് അയക്കുന്നുണ്ട്. അത് വേണ്ടാന്ന് പറഞ്ഞത് വേറൊന്നും കൊണ്ടല്ല, അതല്ലാത്ത റിലേറ്റഡ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ വരുമ്പം ഈ ടോപ്പിക് റിലേറ്റഡ് കാണാതെ പോകുന്നുണ്ട്. നമ്മളെപ്പോഴും ആ ഓരോ വീഡിയോയുടെ അനാലിസിസ് നടത്തുന്നത് യൂട്യൂബിലെ ആ വീഡിയോയിലാണ്. അപ്പൊ ആ വീഡിയോയിൽ അനാലിസിസ് നടത്തുമ്പോൾ ഉറപ്പായിട്ടും നമ്മൾ അതിന്റെ കമന്റ് സെക്ഷൻ ഉറപ്പായിട്ടും ഞങ്ങൾ നോക്കും. സോ ദയവ് ചെയ്ത് നിങ്ങൾക്കുള്ള എന്ത് സജഷൻസും വളരെ ഓപ്പൺ ആയിട്ട് താഴെ കമന്റ് ചെയ്യാവുന്നതാണ്. അപ്പൊ മക്കളെ, എക്സാം ഫസ്റ്റ് സീരീസ് ഒക്കെ നിങ്ങൾ പ്രോപ്പറായിട്ട് അറ്റൻഡ് ചെയ്തു എന്ന വിശ്വാസത്തോടെയാണ് നമ്മൾ രണ്ടാമത്തെ സീരീസ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്ന് 8 മണിക്ക് നിങ്ങൾ കൃത്യം ഈ വീഡിയോ കാണുന്നു. ഇനി അതിനുശേഷം കാണുന്നവരായാലും ശരി, നോ പ്രോബ്ലം. നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തിരിക്കുന്ന 8 മണിക്കാണ്. നേരെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലേക്ക് പോവുക, ക്വസ്റ്റ്യൻ പേപ്പർ ഡൗൺലോഡ് ചെയ്യുക, 1 മണിക്കൂർ സമയം എടുത്ത് പ്രോപ്പറായിട്ട് എക്സാം എഴുതുക. എക്സാം എഴുതിയതിനു ശേഷം മാത്രമേ നിങ്ങൾ ഈ ഡിസ്കഷൻ കാണാവുള്ളൂ. എക്സാമിന്റെ ഡേറ്റ് ഒക്കെ അടുത്ത് വരുന്നു. കൂടുതൽ കത്തിയടിച്ച് ഞാൻ സമയം കളയുന്നില്ല. നമുക്ക് നേരെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിലേക്ക് പോകാം. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. ഒന്നുകൂടെ നിങ്ങൾ ഉറപ്പുവരുത്തുക, ഇനിയും തൊട്ടുള്ള അങ്ങോട്ടുള്ള ഭാഗം നിങ്ങൾ കാണുന്നത് എക്സാം അറ്റൻഡ് ചെയ്തതിനു ശേഷം മാത്രമായിരിക്കണം. ഒന്നും അറിയാത്ത ആളാണെങ്കിൽ പോലും എക്സാം ഒന്ന് അറ്റൻഡ് ചെയ്തോളൂ, ഒരു പ്രശ്നമില്ല. എക്സാം അറ്റൻഡ് ചെയ്യുന്നത് ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്. അത് അറ്റൻഡ് ചെയ്തതിനു ശേഷം മാത്രം ഈ വീഡിയോ കണ്ടു തുടങ്ങാവുള്ളൂ. ദിസ് ഈസ് എ റിക്വസ്റ്റ്, പ്ലീസ് എല്ലാവരും അത് അനുസരിക്കണം. ഓക്കെ, നമുക്കപ്പം ക്വസ്റ്റ്യൻ ഡിസ്കഷനിലേക്ക് പോകാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ദ coercive force for a certain permanent magnet is 4 into 10⁴. അപ്പൊ 4 into 10⁴ യൂണിറ്റ് കണ്ടോ? ആംബിയർ പെർ മീറ്ററില. ആംബിയർ പെർ മീറ്ററിലാവുമ്പോൾ അതെന്താ? മാഗ്നറ്റിക് ഫീൽഡ് അല്ല, മാഗ്നറ്റൈസിംഗ് ഫീൽഡ്. എച്ചിന്റെ വാല്യൂ ആണ് തന്നിരിക്കുന്നത്. ദിസ് മാഗ്നറ്റ് ഈസ് പ്ലേസ്ഡ് ഇൻസൈഡ് എ ലോങ് സോളിനോയിഡ് ഓഫ് 40 turns per centimeter and a current passed in the solenoid to demagnetize ഇറ്റ് കംപ്ലീറ്റ്ലി. അപ്പം അവിടെ ഒരു സോളിനോയിഡിനകത്ത് ഒരാളെ നമ്മൾ വെച്ചിട്ടുണ്ട്, എന്നിട്ട് അതിനെ ഡീമാഗ്നറ്റൈസ് ചെയ്യാൻ എത്ര കറണ്ട് വേണം എന്നൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ആദ്യം അറിയേണ്ടത് ഈ എച്ചും ബിയും തമ്മിലുള്ള റിലേഷൻസ്, അല്ലെ എച്ചും ബിയും ഒക്കെ എങ്ങനെയാണ്, അത് ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. പെട്ടെന്ന് ഞാനൊന്ന് പറഞ്ഞുവിടാം. അതായത് ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഇപ്പൊ ഇതൊരു സോളിനോയിഡാണ്. ഈ സോളിനോയിഡിൽ കൂടെ പാസ് ചെയ്യുന്ന കറണ്ട് ആണ് ഐ. നിങ്ങൾ അസ്യൂം ചെയ്യുക. അപ്പൊ ഒരു ഐ കറണ്ട് പാസ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഉറപ്പായിട്ട് അവിടെ ഒരു മാഗ്നറ്റൈസിംഗ് ഫീൽഡ് ഉണ്ടാവും എന്നുള്ളത് നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. ആ മാഗ്നറ്റൈസിംഗ് ഫീൽഡ് കാണാനുള്ള ഇക്വേഷൻ ആണ് H is equal to N into I. H is equal to N into I. H എന്ന് പറയുന്നത് മാഗ്നറ്റൈസിംഗ് ഫീൽഡ് ആണ്. N എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടേൺസ്, ആരുടെയാ? ഈ കോയിലുള്ള നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് ആണ്. I എന്ന് പറയുന്നത് അവിടുത്തെ കറണ്ട് ആണ്. N എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടേൺസ് ആണ് എന്ന കോൺസെപ്റ്റ് ഓർത്തിരിക്കുക. അപ്പൊ ഈ ഒരു ബേസിക് ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അത് നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി ഈ H എന്ന് പറയുന്നത് എന്താ? മാഗ്നറ്റൈസിംഗ് ഫീൽഡ്. അതായത് ഇവൻ ജനറേറ്റ് ചെയ്യുകയാണ്, അവനാണ് മാഗ്നറ്റൈസിംഗ് ഫീൽഡ് ഉണ്ടാക്കുന്നത്. നിങ്ങൾ ഐ കറണ്ട് പാസ് ചെയ്യുമ്പോൾ ഒരു ഫീൽഡ് ഉണ്ടാക്കുന്നുണ്ട്, എന്നിട്ട് അവൻ ആരെയോ മാഗ്നറ്റൈസ് ചെയ്യും. നമ്മൾ അവിടെ കൊണ്ട് അതിനകത്ത് ഒരു മെറ്റീരിയൽ കൊണ്ടുവച്ചാൽ ആ മെറ്റീരിയലിനെയാണ് അത് മാഗ്നറ്റൈസ് ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഈ മെറ്റീരിയലിനെയാണ് അത് മാഗ്നറ്റൈസ് ചെയ്യാൻ അതിന് കപ്പാസിറ്റി ഉള്ളത്. ഇനി ഇപ്പൊ റൈറ്റ് നൗ നമ്മൾ മെറ്റീരിയൽ വെച്ചിട്ടുണ്ടോ? ഇല്ല. അതിനകത്തുള്ളത് ആരാ? എയർ ആണ്. അപ്പൊ എയറിനെ മാഗ്നറ്റൈസ് ചെയ്യും. അപ്പൊ ആ മാഗ്നറ്റൈസ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡ് കാണാനുള്ള ഇക്വേഷൻ ആണ് μ0. എയർ ആണ്. അപ്പൊ അതിന്റെ വാല്യൂ μ0 ഇൻറ്റു H ആണ്. μ0 ഇൻറ്റു H ആണ്. ആ H എന്ന് പറയുന്ന ആള് അതിനകത്തുള്ള എയറിനെയാണ് മാഗ്നറ്റൈസ് ചെയ്യുന്നത്. അപ്പോൾ ഉണ്ടാവുന്ന ഫീൽഡാണ് മാഗ്നറ്റിക് ഫീൽഡ് ഇൻസൈഡ് സോളിനോയിഡ് μ0 H. അല്ലെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ബി എന്ന് പറയുന്നത് μ0 Ni ആണ്. ഈ ഇക്വേഷൻ നമുക്ക് ഇവിടെ ആവശ്യമൊന്നുമില്ല. നമുക്ക് ഈ ഒരൊറ്റ ഇക്വേഷൻ ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് ആൻസർ കിട്ടും. നമുക്ക് H തന്നിട്ടുണ്ട്, നമ്പർ ഓഫ് ടേൺസ് തന്നിട്ടുണ്ട്, I കണ്ടാൽ പോരെ. നമ്പർ ഓഫ് ടേൺസ് എത്രയാണ് മക്കളെ? നമ്പർ ഓഫ് ടേൺസ് എന്ന് പറയുന്നത് 40 ആണ്, പെർ സെന്റിമീറ്റർ ആണ്. പക്ഷെ Hന്റെ വാല്യൂ തന്നിരിക്കുന്നത് പെർ മീറ്ററിലാണ്. അപ്പൊ ഇവനെ മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യണം. 40 പെർ സെന്റിമീറ്റർ. അപ്പൊ മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്താൽ മതി? ഇതിനെ മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യാൻ 1/100 ആണ്. അപ്പൊ 100 മുകളിൽ പോകുന്നു. സോ 40 into 100. ക്ലിയർ? N കിട്ടി.
ഇത് നമ്പർ ഓഫ് ടേൺസ് പെർ മീറ്ററിലാണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പൊ നമ്മളോട് ചോദിച്ചത് കറണ്ട് കാണാനാണ്. സോ ജനറൽ ഇക്വേഷൻ എന്താ? H is equal to NI ആണ്. സോ I is equal to H divided by N ആണ്. H എന്ന് പറയുന്നത് എത്ര മക്കളെ? 4 into 10 raised to 4 ആണ്, ഡിവൈഡഡ് ബൈ 4 into ഇത് 4 into 10 raised to again 4 ആണ് അല്ലെ? 10 raised to 4 ആണ്, 10 raised to 4 ആണ് അല്ലേ? 1 2 3 4 തന്നെ അല്ലേ? അവിടെ 4 into 10 raised to 4 അല്ലേ? ഇവിടെ നമുക്ക് എഴുതിയതിൽ തെറ്റിയോ? 40 into 40 into 100 അല്ലേ? ഇവിടെ ഒരു 0 കൂടി പോയില്ലേ? ഇവിടെ 0 കൂടി പോയില്ലേ? യെസ്. അപ്പൊ ഇത് 10 raised to 3 അല്ലേ വരത്തുള്ളൂ? 10 raised to 3 അല്ലേ? യെസ്. ഇവിടെ ഞാൻ എഴുതിയപ്പോൾ ഒന്ന് തെറ്റിപ്പോയായിരുന്നു, കുഴപ്പമില്ല, നോ പ്രോബ്ലം. അപ്പൊ ഇത് കട്ട് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 4 4 കട്ടായി പോയി 10 ആംപയർ എന്ന് കിട്ടും. 10 ആംപയർ എന്ന് കിട്ടും. സോ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്, ഓപ്ഷൻ 4. വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന ക്വസ്റ്റൻ ആയിരുന്നു, വലിയ ഡിഫിക്കൽട്ട് ഒന്നുമല്ല, സിമ്പിൾ ആയിട്ടാണ്. പ്രീവിയസ് ഇയറിൽ JEE മെയിൻസിന് ചോദിച്ച ക്വസ്റ്റൻ തന്നെയാണ്. ഇതും പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ തന്നെയാണ്. എന്താ ചോദിച്ചിരിക്കുന്നത്? ഫിഗർ ഷോസ് ദ വെലോസിറ്റി ടൈം ഗ്രാഫ്. നമുക്ക് വെലോസിറ്റി ടൈം ഗ്രാഫ് തന്നിട്ടുണ്ട്. മൂവിങ് അലോങ് എ സ്ട്രെയിറ്റ് ലൈൻ, ഇറ്റ്സ് ആവറേജ് വെലോസിറ്റി ഇൻ 20 സെക്കൻഡ്. ആവറേജ് വെലോസിറ്റി കാണാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം ആവറേജ് വെലോസിറ്റി കാണാനുള്ള ഇക്വേഷൻ എന്താ? ആവറേജ് കാണാൻ ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് അല്ലേ? ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ടൈം എടുത്താൽ മതി. ടോട്ടൽ ടൈം കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം. ഓക്കെ, നമുക്ക് തന്നിരിക്കുന്ന ഒരു വെലോസിറ്റി ടൈം ഗ്രാഫ് ആണ്. അപ്പൊ വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ ഡിസ്പ്ലേസ്മെന്റ് കാണാൻ എന്ത് ചെയ്യണം? അവന്റെ ഏരിയ എടുത്താൽ മതി. ഏരിയ ഓഫ് എ VT ഗ്രാഫ് ഗീവ്സ് ഡിസ്പ്ലേസ്മെന്റ്. അപ്പൊ നമുക്ക് ഡിസ്പ്ലേസ്മെന്റ്, അവിടുത്തെ ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് കാണാൻ എന്തെടുത്താൽ മതി? ഏരിയ ഓഫ് VT ഗ്രാഫ്. ആ VT ഗ്രാഫിന്റെ ഏരിയ എടുത്താൽ മതി അല്ലേ? അപ്പൊ നമുക്ക് അവന്റെ ഏരിയ എടുക്കാം. നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചു നോക്കുക, നിങ്ങൾക്ക് മനസ്സിലായി ഇതൊരു റോംബസ് ആണ്. ഒരു റോംബസ് ഒന്നെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഇതൊരു ട്രയാങ്കിൾ ആക്കി ട്രയാങ്കിളിന്റെയും സ്ക്വയറിന്റെയും ട്രയാങ്കിളിന്റെയും കൂടെ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ റോംബസ് ആയിട്ട് ചെയ്യാം. നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചിരുന്നാൽ വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഈ കാണുന്ന സൈഡ് ഞാൻ A എന്ന് എടുത്തു, ഈ ബോട്ടം സൈഡ് ഞാൻ B എന്ന് എടുത്തു, ഈ കാണുന്ന ഹൈറ്റ് ഞാൻ H എന്ന് എടുത്താൽ അവന്റെ ഏരിയ എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു A plus B into H ആണ്. സോ വിച്ച് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു A എന്ന് പറഞ്ഞാൽ ഇതാണ്. എത്ര മക്കൾ? 5 തൊട്ട് 15 വരെ, അപ്പൊ 10 അല്ലേ? 5 10 പ്ലസ് B എന്ന് പറഞ്ഞാൽ താഴത്തെ ബേസ് ആണ്, അത് 20 ആണ്. ഇൻറ്റു ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ്, അത് 10 ആണ്. അപ്പൊ ഈ 2ഉം 10 കൂടെ കട്ട് ചെയ്യാം. ഈ 2ഉം 10 കൂടെ കട്ട് ചെയ്താൽ ഇവിടെ ഒരു 5 കിട്ടും. 20ഉം 10ഉം 30 അല്ലെ? 30 3 into 5 15. അപ്പൊ ഇത് നമുക്ക് 150 എന്ന് കിട്ടി. ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് കിട്ടി 150. ക്ലിയർ? ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഇത് 150 എന്ന് കിട്ടി. 150 മീറ്റർ എന്നായിരിക്കണം. യെസ്. ഇനി ടോട്ടൽ ടൈം എത്ര സമയം എടുത്തു ഇവിടുന്ന് ഇവിടെ വരെ എത്താൻ? 20 സെക്കൻഡ് ആണ് എടുത്തിരിക്കുന്നത്. സോ ആവറേജ് കാണാൻ ആവറേജ് വിച്ച് ഈസ് ഈക്വൽ ടു ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് 150 ഡിവൈഡഡ് ബൈ 20. 0 പോയി 15/2. 15/2 എന്ന് പറഞ്ഞാൽ 7.5 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ 4 എടുക്കാം. ഈ കോൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന വിശ്വാസത്തോടെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. സെറ്റ് ആണല്ലോ? യെസ്. അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് വായിച്ചു നോക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്താ ചോദിച്ചിരിക്കുന്നത്? 2 solids A and B float in water. It is observed that A floats with half of its volume immersed and B float with 2/3 of the volume immersed. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, ഇത് ഫ്ലോട്ടേഷൻ എന്ന് പറഞ്ഞ കോൺസെപ്റ്റിൽ നിന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഞാൻ ഒരു കാര്യം പെട്ടെന്ന് നിങ്ങളെ ഒന്ന് മനസ്സിലാക്കി തരാം, എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. ഇപ്പൊ ഇതൊരു വാട്ടർ ടാങ്ക് ആണെന്ന് നിങ്ങൾ അസ്യൂം ചെയ്യുക. അപ്പൊ ഇതിൽ വെള്ളമുണ്ട്, വാട്ടർ ടാങ്ക് ആണ്. അപ്പൊ ഇതിനകത്ത് നിറയെ വെള്ളമുണ്ട്. അപ്പൊ ഇവിടെ ഒരു ബോഡി ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് കിടക്കുക എന്ന് വിചാരിക്കുക. ഫ്ലോട്ടേഷന്റെ കോൺസെപ്റ്റ് ആണ് പറയുന്നത്, ഫ്ലോട്ട് ചെയ്ത് കിടക്കണം. നമുക്കറിയാം ഫ്ലോട്ടേഷന്റെ ബേസിക് കോൺസെപ്റ്റ് എന്താ? ഇവിടുന്ന് ഡൗൺവേർഡ് ഇതിന്റെ വെയിറ്റ് ആക്ട് ചെയ്യും അല്ലെ? ഈ ബോഡി അതിന്റെ വെയിറ്റ് ആക്ട് ചെയ്യും. ഈ വെയിറ്റിനെ ആര് ബാലൻസ് ചെയ്യും? അപ്വേർഡ് ആക്ട് ചെയ്യുന്ന ത്രസ്റ്റ് ബാലൻസ് ചെയ്യും. അപ് ത്രസ്റ്റ്. ഇതാണ് ഇതിന്റെ ബേസിക് കോൺസെപ്റ്റ്. ഫ്ലോട്ട് ചെയ്ത് കിടക്കുക, ഒരു ബോഡി ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ ബേസിക് കോൺസെപ്റ്റ് ഇതാണ്. അപ് ത്രസ്റ്റ് ഈക്വൽ ടു വെയിറ്റ് ആയിരിക്കണം. അപ്പൊ നമുക്ക് മനസ്സിലായി അതിന്റെ കോൺസെപ്റ്റ് എന്താ? അപ് ത്രസ്റ്റ് ഈക്വൽ ടു എന്തായാലും മതി? വെയിറ്റ് ആയാലും മതി. വെയിറ്റ് ഓഫ് ദാറ്റ് ബോഡി. നമുക്കറിയാം അപ് ത്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ?
വെയിറ്റ് ഓഫ് ദ ലിക്വിഡ് ഡിസ്പ്ലേസ്ഡ്. അതായത് ഇവിടെ ഈ ബോഡി ഇമേഴ്സ്ഡ് ആകുമ്പോൾ നമുക്കറിയാം ഈ ഇത്രയും പോർഷൻ കാരണം, ഞാൻ ഈ ഷെയ്ഡ് ചെയ്യുന്ന ഇത്രയും പോർഷൻ കാരണം, അത്രയും പോർഷൻ ആണല്ലോ വെള്ളത്തിലോട്ട് ഇറങ്ങിയത്. അപ്പൊ അത്രയും പോർഷൻ കാരണം ഇവിടുത്തെ ലിക്വിഡ് അങ്ങ് ഡിസ്പ്ലേസ് ആയിപ്പോകും. അപ്പൊ ആ ഡിസ്പ്ലേസ് ആയ ലിക്വിഡിന്റെ വെയിറ്റ് ആണ് ഈ അത്രസ്റ്റിന് ഇക്വലന്റ്. ഇവിടുന്ന് ഡിസ്പ്ലേസ് ആയ ലിക്വിഡ്. അപ്പൊ ലിക്വിഡ് അത്രയും ഡിസ്പ്ലേസ് ആയ ലിക്വിഡ് എന്ന് പറയുമ്പോൾ ഇവിടുന്ന് എത്ര വാട്ടർ പോയാൽ അതിന്റെ വെയിറ്റിംഗ് എടുത്താൽ മതി. വെയിറ്റ് കാണാൻ mg ആണ്. മാസിനെ എന്ത് എഴുതണം? ഡെൻസിറ്റി ഇൻറ്റു വോളിയം എന്നാണ് എഴുതുന്നത്. അപ്പൊ mg എന്നൊന്നും ഓർക്കണ്ട, ഡയറക്റ്റ് ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം. ഡെൻസിറ്റി റോ ഇൻറ്റു അല്ലെ, അപ്പൊ ഇവിടെ ഡെൻസിറ്റി റോ ഇൻറ്റു വോളിയം v ഇൻറ്റു ഗ്രാവിറ്റി. ആക്ച്വലി ഇതെന്ന് പറഞ്ഞ മാസ് ആണെന്ന് ഓർത്ത് വെക്കുക. വിച്ച് ഈസ് ഈക്വൽ ടു വെയിറ്റ്. ആരുടെ വെയിറ്റ്? ഈ ബോഡിയുടെ വെയിറ്റ്, ഈ മൊത്തം ബോഡിയുടെ വെയിറ്റ്. അപ്പൊ അത് mg ആണ്. അപ്പോഴും അവിടെ നമ്മൾ mg എന്ന് എഴുതുമോ? ഇല്ല. ഇതൊക്കെ ആരുടെയാണെന്ന് എഴുതണം, ഞാൻ അത് എഴുതിയിട്ടില്ല, ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി എഴുതിയതാണ്. ഇവിടുന്ന് ലിക്വിഡ് അല്ലേ ഡിസ്പ്ലേസ് ആയത്, ആ ഡിസ്പ്ലേസ് ആയ ലിക്വിഡിന്റെ വെയിറ്റ് ആണ് ഈ എഴുതിയിരിക്കുന്നത്. അപ്പൊ ഈ റോ ആരാ? ഇത് റോ ഓഫ് വാട്ടർ ആണ് അല്ലേ, റോ വി ജിയില്. ഇത് ഈ റോ എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി ഓഫ് വാട്ടർ ആണ് ഇൻറ്റു വി. ഈ വി എന്ന് പറഞ്ഞാൽ ആരാ? ഈ വി എന്ന് പറഞ്ഞാൽ ആരാ? എത്ര പോർഷൻ ആണോ ഇതിലേക്ക് ഇമേഴ്സ് ആയത് അല്ലേ. നമ്മൾ ഇത്രയും പോർഷനിലെ വെള്ളമല്ലേ പോയത്, അപ്പൊ അതിന്റെ വെയിറ്റ് എടുത്താൽ മതിയല്ലോ. അപ്പൊ അതിന്റെ വെയിറ്റ് എടുക്കുമ്പോൾ വരുന്ന വോളിയം എന്ന് പറഞ്ഞാൽ എത്ര പോർഷൻ ആണോ അതിലേക്ക് ഇമേഴ്സ്ഡ് ആയത് അത്രയും വോളിയം അല്ലേ പോകത്തുള്ളൂ. അപ്പൊ ഇവിടുത്തെ വോളിയം എന്ന് പറഞ്ഞാൽ ആരാ? ആ വോളിയം ഇമേഴ്സ്ഡ് ആണ് എന്ന് ഓർത്തുക. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതുന്നു ഇതിന്റെ ടോട്ടൽ വോളിയം. ഇപ്പൊ ഈ ബോഡി നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന എ ബി എന്നൊക്കെ ആണല്ലോ. അപ്പൊ ഈ ഫസ്റ്റ് ബോഡി നമുക്ക് എ എന്ന് വിളിക്കാം. അതിന്റെ ടോട്ടൽ വോളിയം ഞാൻ വി എ എന്ന് വിളിക്കുന്നു. ഇതിൽ ഇമേഴ്സ്ഡ് ആയ അത്രയും പോർഷന്റെ വോളിയത്തിനെ ഞാൻ വി ഡാഷ് എന്ന് വിളിച്ചു. വി ഡാഷ് ആണ് ഇമേഴ്സ് ആയത്. അപ്പൊ നമുക്ക് ഇവിടെ വോളിയത്തിന് പകരം എന്ത് എഴുതാം? വി ഡാഷ് എന്ന് കൊടുക്കാം ഇൻറ്റു ജി വിച്ച് ഈസ് ഈക്വൽ ടു വെയിറ്റ് ഓഫ് ദ ബോഡി. അത് ഈ ബോഡിയുടെ ടോട്ടൽ വെയിറ്റ് ആണ്, അത് mg ആണ്. ആ എമ്മിനെ എന്ത്? മാസ് ആണ്. അത് ഡെൻസിറ്റി ഇൻറ്റു വോളിയം ആണ്. അപ്പൊ അതാരാ? അത് ഡെൻസിറ്റി ഓഫ് ദാറ്റ് ബോഡി, അത് എ ആണ്. ഒന്നാമത്തെ ബോഡിയുടെ ഡെൻസിറ്റി ഇൻറ്റു അതിന്റെ ടോട്ടൽ വോളിയം, അത് വി എ ആണ്, ഇൻറ്റു ജി എന്ന് എഴുതാം. ഇവിടെ നിന്ന് ജിയും കട്ടായി പോയി. സോ ഇവിടെ നിന്ന് എനിക്കൊരു ഇക്വേഷൻ എന്താ എഴുതാം? ഡെൻസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ഡെൻസിറ്റി ഓഫ് വാട്ടർ വിച്ച് ഈസ് ഈക്വൽ ടു എന്താ എഴുതാം? വി എ അല്ലെ. ഡെൻസിറ്റി ഓഫ് എ ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ എന്ന് പറയുന്നത് വി എ അല്ല, വി ഡാഷ് ഡിവൈഡഡ് ബൈ വി എ എന്ന് എഴുതാം. ക്ലിയർ മക്കളെ? ഈ വി ഡാഷ് എന്താ? ഇമേഴ്സ്ഡ് ആണ് അല്ലെ, ഇമേഴ്സ്ഡ് ആണ്. ഒന്നാമത്തെ കോൺസെപ്റ്റ് എന്താ പറയുന്നത്? ഇറ്റ് ഈസ് ഒബ്സർവ്ഡ് ദാറ്റ് എ ഫ്ലോട്ട് വിത്ത് ഹാഫ് ഓഫ് ഇറ്റ്സ് വോളിയം ഇമേഴ്സ്ഡ്. അപ്പൊ ഇവിടുത്തെ വി ഡാഷ് ആരായിട്ട് മാറി? ഒറിജിനലിന്റെ ഹാഫ്. ഒറിജിനൽ ആരാ? വി എ. അപ്പൊ അതിന്റെ ഹാഫ് എന്ന് പറയുമ്പോൾ ഇത് വി എ ബൈ 2 ആയിട്ട് മാറും അല്ലെ. ഹാഫ് എന്ന് പറയുമ്പോൾ ഇത് വി എ ബൈ 2 ഡിവൈഡഡ് ബൈ വി എ എന്നാണ്. വി എ കട്ടായിപ്പോ. സോ ഡെൻസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ഡെൻസിറ്റി ഓഫ് വാട്ടർ എന്ന് പറയുന്നത് 1/2 ആണ്. അപ്പൊ ഇതൊരു റിലേഷൻ ആണ്. ഇത് അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഇത്ര ഇരുന്ന് തള്ളിയത്. ഇത് ഇത്ര നിങ്ങൾ പഠിക്കേണ്ട കാര്യമില്ല. ഡെൻസിറ്റി ഓഫ് ബോഡി വിത്ത് റെസ്പെക്ട് ടു ഡെൻസിറ്റി ഓഫ് വാട്ടർ. അതെന്ന് പറയുന്നത് എപ്പോഴും എത്ര ഫ്രാക്ഷൻ ആണോ ഇമേഴ്സ്ഡ് ആകുന്നത് ആ ഫ്രാക്ഷൻ ഇക്വലന്റ് ആയിരിക്കും. അത് ഡയറക്റ്റ് നിങ്ങൾ കാണാൻ പഠിക്കണം. അപ്പൊ ഇത് എൻട്രൻസ് എക്സാം ഹാളിൽ ഇരിക്കുന്ന ഒരാൾ ഇത് ചെയ്യില്ല, ഇത് ചെയ്യാൻ പാടില്ല. ഇത് ഡയറക്റ്റ് എഴുതണം. ക്ലിയർ? അപ്പൊ അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ കേസിൽ എത്ര ഫ്ലോട്ട് ചെയ്തെന്നാ പറഞ്ഞത്? 2/3 ഫ്ലോട്ട് ചെയ്തെന്നാ പറഞ്ഞത് അല്ലെ. സിമിലർലി ഡെൻസിറ്റി ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു വാട്ടർ എന്ന് പറഞ്ഞാൽ അവിടെ ഇമേഴ്സ്ഡ് ആയിട്ടുള്ളത് 2/3 അല്ലേ? 2/3 ആണല്ലോ. ഡയറക്റ്റ് നമുക്ക് 2/3 ആണ് ഇമേഴ്സ്ഡ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ അത് ഡയറക്റ്റ് റിലേഷൻ. അപ്പൊ അതാ ഞാൻ പറഞ്ഞ ഈ റിലേഷൻ നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചു വെക്കണം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ അത് അറിഞ്ഞിരിക്കണം. ഇത് കോൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആണോ? യെസ്. ഇനി നമ്മളോട് ചോദിച്ചത് എന്ത് കാണാനാ? കമ്പയർ ദ ഡെൻസിറ്റി ഓഫ് എ ആൻഡ് ബി. ചുമ്മാ എയും ബിയും തമ്മിലുള്ള ഡെൻസിറ്റി കമ്പയർ ചെയ്യാനല്ലേ ചോദിച്ചത്. നിങ്ങൾ ഇവിടുന്ന് ഇതിന്റെ റേഷ്യോ എടുക്കുകയോ അല്ലെങ്കിൽ ഇക്വേറ്റ് ചെയ്യുകയോ എങ്ങനെ വേണേലും ചെയ്യാം. നമുക്ക് എന്ത് വരും? ഡെൻസിറ്റി ഓഫ് ഇവിടുന്ന് നമുക്ക് ഡെൻസിറ്റി ഓഫ് വാട്ടർ, ഡെൻസിറ്റി ഓഫ് എ പറ, ഡെൻസിറ്റി ഓഫ് എ വിച്ച് ഈസ് ഈക്വൽ ടു റോ ഡബ്ല്യു ഇൻറ്റു 1/2 എന്ന് എഴുതാം. അതേപോലെ ഇവിടുന്ന്
ഡെൻസിറ്റി ഓഫ് ബി വിച്ച് ഈസ് ഈക്വൽ ടു റോ ഡബ്ല്യു ഇൻറ്റു 2/3 എന്ന് എഴുതാം. സോ ഡെൻസിറ്റി ഓഫ് എ ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ഓഫ് ബി. നിങ്ങൾ റേഷ്യോ എടുക്കുമ്പം ഈ റോ ഡബ്ല്യു എന്തായാലും കട്ടായി പോകും ആണോ. ഇപ്പൊ ഡെൻസിറ്റി ഓഫ് എ ദാറ്റ് ഈസ് 1/2 ബൈ ചെയ്യുന്നതിന് പകരം ഇതിന്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു 3/2 ദാറ്റ് ഈസ് ഈക്വൽ ടു 3/4. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. സോ ആൻസർ ഈസ് ഓപ്ഷൻ 3:4. വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റും. കോൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിശ്വസിക്കും. സെറ്റ്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ശ്രദ്ധിച്ചിരിക്കാം. എന്താ? ലെങ്ത് ഓഫ് എ സ്ട്രിങ് ടൈഡ് ടു റിജിഡ് സപ്പോർട്ട് ഈസ് 40 സെന്റിമീറ്റർ. അതായത് നമ്മുടെ ഒരു റിജിഡ് സപ്പോർട്ട് ഉണ്ട്, അതിന്റെ രണ്ട് എൻഡിലും ഒരു സ്ട്രിങ് ടൈ ചെയ്തിരിക്കുകയാണ്. എന്നിട്ട് ക്വസ്റ്റ്യനിൽ അവർ എടുത്തു പറയുന്നുണ്ട് എന്താ? മാക്സിമം ലെങ്ത് ഓഫ് ദ സ്റ്റേഷനറി വേവ് പ്രൊഡ്യൂസ്ഡ് ഓൺ ഇറ്റ് എന്നാണ്. മക്കളെ, മാക്സിമം ലെങ്ത് ഓഫ് എ സ്റ്റേഷനറി വേവ് പ്രൊഡ്യൂസ്ഡ് എന്ന് പറയുമ്പം അത് ഏത് മോഡായിരിക്കണം? ഫണ്ടമെന്റൽ മോഡായിരിക്കണം. അത് ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ്. ഒരു ഫണ്ടമെന്റൽ മോഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് അല്ലേ? ഇത് ഫണ്ടമെന്റൽ മോഡാണ്. ഇത് നമുക്കറിയാം, രണ്ട് നോഡുകൾക്ക് ഇൻ ബിറ്റ്വീൻ ഉള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഫണ്ടമെന്റൽ മോഡിന്റെ കോൺസെപ്റ്റിൽ പറയുന്നുണ്ട്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു നോഡ്സ് നമുക്ക് L എന്ന് എടുക്കാം, വിച്ച് ഈസ് ഈക്വൽ ടു λ/2 ആയിരിക്കും അല്ലെ? λ/2 ആയിരിക്കും. കാരണം ഈ കാണുന്ന ഒരു വേവ്, ഇപ്പൊ ഇത് നോക്കിക്കേ, ഇത് രണ്ട് നോഡുകളാണ്. ഒരു ഫുൾ വേവ് നിങ്ങൾ എടുത്താൽ ഇത് വേവ് ലെങ്ത് ഉണ്ട് അല്ലേ? പക്ഷെ ഇത് എത്രയേ ഉള്ളൂ? λ/2 ഉള്ളൂ. മാക്സിമം ലെങ്ത് കിട്ടുന്നത് ഫണ്ടമെന്റൽ നോഡിലായിരിക്കും. അപ്പൊ L എന്ന് പറയുന്നത് λ/2 ആണ്. Therefore അവിടുത്തെ വേവ് ലെങ്ത് λ is equal to 2L എന്ന് വിളിക്കാം. നമ്മളോട് ചോദിച്ചത് എന്ത് കാണാനാണ് ചോദിച്ചിരിക്കുന്നത്? മാക്സിമം ലെങ്ത് ഓഫ് ദ സ്റ്റേഷനറി വേവ് പ്രൊഡ്യൂസ്ഡ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? യെസ്. അപ്പൊ അവിടെ നിന്ന് നമുക്ക് എന്ത് എഴുതാം? λ equal to 2L which is equal to 2 into ലെങ്ത് എത്രയാ? ലെങ്ത് 40 ആണ്, which is equal to 80 സെന്റിമീറ്റർ എന്ന് കിട്ടും. സോ ആൻസർ ഈസ് ഓപ്ഷൻ 2. വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ വളരെ സിമ്പിൾ ബേസിക് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കോൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. എന്താ ചോദിച്ചിരിക്കുന്നത്? ആൻ ഇലക്ട്രോൺ ഈസ് പ്ലേസ്ഡ് ജസ്റ്റ് ഇൻ ദ മിഡിൽ ബിറ്റ്വീൻ ടു ലോങ് ഫിക്സഡ് ലൈൻ ചാർജസ് ഓഫ് ചാർജ് ഡെൻസിറ്റി പ്ലസ് പോസിറ്റീവ് ഈച്ച്. അതായത് ഇവന്റെ ലീനിയർ ചാർജ് ഡെൻസിറ്റിയും രണ്ടും ഇത് പ്ലസ് ലാംഡയാണ് കേട്ടോ. അത് രണ്ടും പ്ലസ് ലാംഡ തന്നെയാണ്. ഓക്കെ, ദ വയർ ആർ ഇൻ ദി XY പ്ലെയിൻ. ഈ വയർ ഇരിക്കുന്നത് XY പ്ലെയിനിലാണെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ഇതിൽ നിന്ന് എന്ത് ചെയ്യാനാ? ഡു നോട്ട് കൺസിഡർ ഗ്രാവിറ്റി. ഓക്കെ, 4 സ്റ്റേറ്റ്മെന്റുകൾ തന്നിട്ടുണ്ട്. റോങ് സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. റോങ് സ്റ്റേറ്റ്മെന്റ് നമുക്ക് നോക്കാം. ഒന്നാമത്തെ കോൺസെപ്റ്റ് എന്താ? ദി ഇക്വിലിബ്രിയം ഓഫ് ഇലക്ട്രോൺ വിൽ ബി അൺസ്റ്റേബിൾ എലോങ് എക്സ് ഡിറക്ഷൻ എന്നാ ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഇതാണ് എക്സ് ഡിറക്ഷൻ, ഇത് എക്സ് ഡിറക്ഷൻ ആണ്, ഇത് വൈ ഡിറക്ഷൻ ആണ്, ഇത് സെഡ് ഡയറക്ഷൻ ആണ്. നമ്മൾ റൈറ്റ് നൗ ഇവിടെ ഇരിക്കുന്ന ഇലക്ട്രോണിനെ നിങ്ങൾ റൈറ്റിലോട്ട് എക്സ് ഡയറക്ഷനിൽ മൂവ് ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പൊ ഇലക്ട്രോൺ ഇപ്പൊ ഇവിടെ എത്തി. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മക്കളെ, ഈ പ്ലേറ്റിലോട്ടുള്ള ഡിസ്റ്റൻസ് കുറഞ്ഞു, പക്ഷെ ഈ പ്ലേറ്റിലോട്ടുള്ള ഡിസ്റ്റൻസ് കൂടി. ഉറപ്പല്ലേ? നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ദി ഇക്വിലിബ്രിയം ഓഫ് ഇലക്ട്രോൺ വിൽ ബി, ഫസ്റ്റ് കേസ് ദ ഇക്വിലിബ്രിയം ഓഫ് ഇലക്ട്രോൺ വിൽ ബി അൺസ്റ്റേബിൾ എന്നാ പറഞ്ഞത്. അത് ശരിയാണ് അല്ലേ? കാര്യം എന്താ? ഇവിടുത്തെ ഡിസ്റ്റൻസ് മാറി, ഇവിടുത്തെ ഡിസ്റ്റൻസ് മാറി. അപ്പൊ ഇവിടെ ഇലക്ട്രോൺ ആണ്, ഇത് പോസിറ്റീവ് ചാർജ്. ഇവിടുത്തെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൂടും, ഇവിടോട്ടുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കുറയും. ഉറപ്പല്ലേ? ഡിസ്റ്റൻസ് കുറഞ്ഞില്ലേ? അപ്പൊ ഇവിടോട്ട് കൂടുതൽ അട്രാക്ഷൻ കിട്ടും. അപ്പൊ അത് സ്റ്റേബിൾ ആയിരിക്കുമോ? സ്റ്റേബിൾ ആയിരിക്കത്തില്ല. അൺസ്റ്റേബിൾ അലോങ് എക്സ് ഡയറക്ഷൻ. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ആക്ച്വലി ദിസ് ഈസ് ട്രൂ. നമ്മളോട് ചോദിച്ചത് റോങ് സ്റ്റേറ്റ്മെന്റ് എടുക്കാനാണ്. രണ്ടാമത്തേത് നോക്കാം. ദ ഇക്വിലിബ്രിയം ഓഫ് ദി ഇലക്ട്രോൺ വിൽ ബി സ്റ്റേബിൾ. ഇക്വിലിബ്രിയം ഓഫ് ഇലക്ട്രോൺ വിൽ ബി സ്റ്റേബിൾ എലോങ് വൈ ഡയറക്ഷൻ എന്നാ പറഞ്ഞത്. നമുക്ക് നോക്കാം. ഇവിടെ ഇരിക്കുന്ന ആളെ നിങ്ങൾ റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുപോവാ. ഇവിടെ ഇരിക്കുന്നവനെ വൈ ഡയറക്ഷൻ അപ്വേർഡ് മൂവ് ചെയ്തേ. നമ്മൾ ഇവനെ അപ്വേർഡ് മൂവ് ചെയ്താൽ എന്താ സംഭവിക്കുന്നത്? നേരെ അപ്വേർഡ് മൂവ് ചെയ്തേ. അപ്വേർഡ് മൂവ് ചെയ്യുമ്പോഴൊക്കെ ഈ ഡിസ്റ്റൻസ് മാറുന്നുണ്ടോ? അതായത് ഈ കാണുന്ന ഡിസ്റ്റൻസ് മാറുമോ? ഒരിക്കലും മാറത്തില്ലല്ലോ. ഇപ്പൊ ഈ ഇലക്ട്രോണിനെ ഞാൻ ഇവിടുന്ന് വൈ ഡയറക്ഷനിൽ ഇവിടെ കൊണ്ടുവച്ചെന്ന് നിങ്ങൾ അസ്യൂം ചെയ്യും.
നന്നായിട്ട് മനസ്സിലാക്കേണ്ട ക്വസ്റ്റ്യൻ ആണ്. ദി ഇക്വിലിബ്രിയം ഓഫ് ദ ഇലക്ട്രോൺ വിൽ ബി സ്റ്റേബിൾ എലോങ് വൈ ഡയറക്ഷൻ എന്നാണ് പറയുന്നത്. സ്റ്റേബിൾ ആണെന്ന് അവർ പറയുന്നുണ്ട്, ശ്രദ്ധിച്ചിരിക്കണം. ആക്ച്വലി നമ്മൾ ഇവിടുന്ന് എടുത്ത് ഇവനെ ഇവിടെ കൊണ്ടുവച്ചെന്ന് വിചാരിക്കും. എന്താ സംഭവിക്കുന്നത്? നിങ്ങൾ ഇവിടെ കൊണ്ടുവെക്കുമ്പോഴും ഈ കാണുന്ന ഡിസ്റ്റൻസും അതേപോലെ തന്നെ ഈ ഡിസ്റ്റൻസും സെയിം ആണ്. അപ്പൊ ആ രണ്ട് ഡിസ്റ്റൻസ് സെയിം ആണെങ്കിൽ നിങ്ങളത് ആലോചിച്ച് നോക്കുക. അപ്പൊ നമ്മൾ ആലോചിക്കുക ശരിയാണല്ലോ, നെറ്റ് ഫോഴ്സ് 0 ആണല്ലോ, അത് സ്റ്റേബിൾ ആണല്ലോ. പക്ഷെ അത് സ്റ്റേബിൾ അല്ല. ഇത് ഇവിടെ കൊണ്ടുവച്ചാൽ അത് അവിടെ തന്നെ ഇരിക്കും. നിങ്ങൾ ഇനി ഇത് ഇവിടെ കൊണ്ടുവച്ചാൽ അത് അവിടെ തന്നെ ഇരിക്കും. ഇത് ഇവിടുന്ന് താഴേക്ക് കൊണ്ടുവച്ചാൽ അത് അവിടെ തന്നെ ഇരിക്കും. എന്ന് വെച്ചാൽ ആ പൊസിഷനിലേക്ക്, അതായത് സ്റ്റേബിൾ ഇക്വിലിബ്രിയം ആണെങ്കിൽ എന്താ കോൺസെപ്റ്റ്? ഇക്വിലിബ്രിയത്തിന്റെ കോൺസെപ്റ്റ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. നിങ്ങൾ വർക്ക് എനർജിയിലൊക്കെ പഠിക്കുന്നതാണ് നമ്മൾ ഈ ഒരു കോൺസെപ്റ്റ്. ഒരു ബൗളിന്റെ ഷേപ്പിൽ നിങ്ങൾ പഠിച്ചിട്ടില്ലേ? ഇപ്പൊ ഈ കോൺസെപ്റ്റ് ആണ് സ്റ്റേബിൾ ഇക്വിലിബ്രിയം. ഇപ്പൊ ഇവിടെ ഒരു ബോൾ വെച്ചു, ഇത് സ്റ്റേബിൾ ഇക്വിലിബ്രിയം. ഈ കോൺസെപ്റ്റ് ആണ് അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം. ഈ ബോൾ ഇവിടെ ഇരിക്കുന്നു. അതേപോലെ ഒരു സ്ട്രെയിറ്റ് സർഫസിൽ നിങ്ങളൊരു ബോൾ കൊണ്ടുവച്ചു, ഇതാണ് ന്യൂട്രൽ ഇക്വിലിബ്രിയം. സ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിന്റെ പ്രത്യേകത എന്താ? നിങ്ങൾ ഇവിടുന്ന് ഈ ബോളിനെ ഡിസ്പ്ലേസ് ചെയ്ത് കൊണ്ടുപോയി, പക്ഷെ എന്ത് ചെയ്യും? ഇത് തിരിച്ച് ബാക്ക് ടു ഇറ്റ്സ് ഒറിജിനൽ പൊസിഷനിലേക്ക് എത്തണം. ഇതാണ് സ്റ്റേബിൾ അല്ലേ? സ്റ്റേബിൾ ഇക്വിലിബ്രിയം. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ആ ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്ന് നിങ്ങൾ അവനെ ഡിസ്റ്റർബ് ചെയ്ത് മാറ്റിയാൽ പിന്നെ അവൻ തിരിച്ചൊരിക്കലും അവിടേക്ക് എത്തത്തില്ല. ഇതാണ് അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം അല്ലേ? എന്താ ന്യൂട്രൽ ഇക്വിലിബ്രിയം? ന്യൂട്രൽ ഇക്വിലിബ്രിയത്തിന്റെ പ്രത്യേകത എന്താ? നിങ്ങൾ എവിടെ കൊണ്ടുവച്ചാലും അവിടെ ഒരു ഇക്വിലിബ്രിയം ഉണ്ടായിരിക്കും. എവിടെ കൊണ്ടുവച്ചാലും അവൻ അവിടെ ഇരുന്നോളും, അടങ്ങി ഒതുങ്ങി ഇരുന്നോളും. അതാണ് ബേസിക് കോൺസെപ്റ്റ്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇവനെ നമ്മൾ വൈ ആക്സിസിൽ എവിടെ കൊണ്ടുവച്ചാലും അത് അവിടെ ഇരിക്കും, തിരിച്ച് അതേ പൊസിഷനിലേക്ക് എത്തത്തില്ല. മനസ്സിലായോ? അപ്പൊ അത് സ്റ്റേബിൾ ഇക്വിലിബ്രിയം അല്ല, അത് ന്യൂട്രൽ ഇക്വിലിബ്രിയം ആണ്. ദ ഇക്വിലിബ്രിയം ഓഫ് ഇലക്ട്രോൺ വിൽ ബി സ്റ്റേബിൾ അല്ല, ആക്ച്വലി ഇത് ന്യൂട്രൽ ആയിരുന്നു എലോങ് വൈ ആക്സിസ് എന്ന് പറയേണ്ടത്. സോ ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. നമ്മളോട് പറഞ്ഞത് റോങ് സ്റ്റേറ്റ്മെന്റ് എടുക്കാനാണ്. സോ ആൻസർ എന്ന് പറയുന്നത് ബി ആണ്. ക്ലിയർ? അടുത്ത നിങ്ങൾ ജസ്റ്റ് ഇത് വായിച്ചു നോക്കിയാൽ മതി, വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ദി ഇക്വിലിബ്രിയം ഓഫ് ആൻ ഇലക്ട്രോൺ വിൽ ബി ന്യൂട്രൽ എലോങ് വൈ ഡയറക്ഷൻ. ഇതും ശരിയാണ്, ഈ സ്റ്റേറ്റ്മെന്റും ട്രൂ ആണ്. നമ്മളിപ്പോ പറഞ്ഞ കോൺസെപ്റ്റ്. അടുത്തത്, the equilibrium of the electron will be stable along z direction. Z direction എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇവിടുന്ന് ഇങ്ങോട്ടാണ് കൊണ്ടുവരുന്നത്. അപ്പൊ ആലോചിച്ച് നോക്കിയേ, ഇവിടുന്ന് ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ കുറച്ച് ഇമാജിനേഷൻ വേണ്ട സാധനമാണ്. ഇവിടുന്ന് ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഈ പ്ലേറ്റിൽ നിന്ന് ഇവിടുന്ന് ഇങ്ങോട്ടും ഇങ്ങനെ ഇൻക്ലൈൻഡ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ആലോചിച്ച് നോക്കി, ഇവിടെ 2 പ്ലേറ്റ് ഉണ്ട്. ഇവിടുന്ന് ഞാനൊരു ചാർജിനെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ ഈ ചാർജിന് ഇങ്ങോട്ട് നിങ്ങൾ സെഡിലേക്ക് ഇപ്പൊ കൊണ്ടുവന്നു. അപ്പൊ ഇങ്ങോട്ട് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ട്. അപ്പൊ ഇങ്ങനെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടെങ്കിൽ ഇതിനും ഓരോ കമ്പണന്റുകൾ എക്സ് വൈ ഡയറക്ഷനിലേക്കും ആക്ട് ചെയ്യും. മനസ്സിലാക്കിയത് കുറച്ച് പാടാണ്. അപ്പൊ എന്താ സംഭവിക്കുന്നത്? ഇതിനെ നിങ്ങൾ ഇവിടേക്ക് പിടിച്ചു വലിക്കുമ്പോൾ ഇങ്ങനെ ഒരു ഫോഴ്സും ഉണ്ട്. ഈ ഫോഴ്സുകൾ തീറ്റ ആംഗിളിലാണ്. അപ്പൊ ഇതിന് 2 കോമ്പണൻസ് വരും. അപ്പൊ അതിലൊരു കോമ്പണന്റ് ഹൊറിസോണ്ടൽ, ഇതിന്റെ ഒരു കോമ്പണന്റ് ഹൊറിസോണ്ടൽ. ഇവർ തമ്മിൽ ക്യാൻസൽ ആയിപ്പോ. പക്ഷെ ടുവേർഡ്സ് ഇൻ ടു ദ പ്ലെയിനിലേക്ക് ഇവരുടെ 2 പേരുടെയും 2 കോമ്പണൻസ് വരും. അപ്പൊ തിരിച്ചത് അതേ പൊസിഷനിലേക്ക് പോയി ഇരിക്കും എന്നുള്ളതാണ് സത്യം. അതായത് എന്താ? ദി ഇക്വിലിബ്രിയം ഓഫ് ആൻ ഇലക്ട്രോൺ വിൽ ബി സ്റ്റേബിൾ ആണ്. നിങ്ങൾ ഇവിടെ നിന്ന് ഡിസ്റ്റർബ് ചെയ്ത് സെഡ് ആക്സിസിൽ മൂവ് ചെയ്താൽ തിരിച്ചത് അതേ പൊസിഷനിലേക്ക് പോകുന്നു. അപ്പൊ അത് സ്റ്റേബിൾ ഇക്വിലിബ്രിയം തന്നെയാണ്. സോ ഈ കാണുന്നത് ട്രൂ ആണ്. സോ റോങ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ഇതേ ക്വസ്റ്റ്യൻ അവർക്ക് എന്ത് ചോദിക്കാം? ഇതിൽ ആരൊക്കെയാണ് ട്രൂ എന്ന് ചോദിക്കാം. ട്രൂ എന്ന് ചോദിച്ചാൽ അത് A, C, D ആണ്. സോ റൈറ്റ് നൗ നമ്മുടെ ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത് ബി ആണ്. സോ ഓപ്ഷൻ 2 പിക്ക് ചെയ്യാൻ പറ്റും. ഇത് കോൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സെറ്റാണേ? ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ശ്രദ്ധിച്ചിരിക്കുക. എ പോയിന്റ് ഒബ്ജക്ട് ഈസ് മൂവിംഗ് അലോങ് പ്രിൻസിപ്പൽ ആക്സിസ് ഓഫ് എ കോൺകേവ് മിറർ വിത്ത് യൂണിഫോം വെലോസിറ്റി ടുവേർഡ്സ് പോൾ. ഇനിഷ്യലി ദ ഒബ്ജക്ട് അറ്റ് ഇൻഫിനിറ്റി. അതറിയുക, ഇനിഷ്യലി ഒബ്ജക്ട് ഇരിക്കുന്നത് എവിടെയാണ്? ഇൻഫിനിറ്റിയിലാണെന്ന് പറയുന്നത്. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത് മക്കളെ? The distance from the pole on the right side of the mirror as shown in the figure. Before object collide with the mirror, the number of times at which the distance between object and image is 40 cm r എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വളരെ സിമ്പിൾ കോൺസെപ്റ്റ് ആണ്. വളരെ കോൺസെപ്റ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഇതിനു മുമ്പൊന്നും നമ്മൾ ഒരു JEE എക്സാമിന് കണ്ടിട്ടില്ല. പക്ഷേ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യണമെന്ന് പറയാറുണ്ട്. മാക്സിമം MCQs പ്രാക്ടീസ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമ്മളെ സംബന്ധിച്ച് നമുക്ക് പുതിയതാണ്.
അപ്പം ഇതിന്റെ ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റ് എല്ലാം അറിയണം. അറിഞ്ഞാൽ ഇത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇനിഷ്യലി ഈ ഓബ്ജക്റ്റ് ഇരിക്കുന്നത് ഇൻഫിനിറ്റിയിലാണ്. അപ്പൊ ഒബ്ജക്റ്റ് ഇൻഫിനിറ്റിയിലാണെങ്കിൽ ഉറപ്പായിട്ടും ഇമേജ് അതിന്റെ ഫോക്കസിലുണ്ടാവും. അതായത് ഇത് ഇമേജ് ഇരിക്കുന്ന സ്ഥലമാണ്, അത് നമുക്കറിയാം. ഓബ്ജക്റ്റ് ഇൻഫിനിറ്റിയിൽ ഇരിക്കുമ്പോൾ ഇമേജ് ഫോക്കസിലാവും. ഇനി ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മക്കളെ, ഓബ്ജക്റ്റ് ഫോക്കസിലേക്ക് വരുമ്പോൾ ഒബ്ജക്റ്റ് ഫോക്കസിന്റെ അടുത്തേക്ക് എത്തും തോറും ഇമേജ് എങ്ങോട്ട് പോകണം? ഫോക്കസിൽ നിന്ന് പോളിലേക്കാണോ, ഫോക്കസിൽ നിന്നും ഇൻഫിനിറ്റിയിലേക്ക് പോകുമോ? നമുക്കറിയാവുന്ന കോൺസെപ്റ്റ് ആണ്. ഓബ്ജക്റ്റ് ടുവേർഡ്സ് ലെഫ്റ്റ് മൂവ് ചെയ്യുമ്പോൾ ഇമേജ് ടുവേർഡ്സ് റൈറ്റിലേക്ക് മൂവ് ചെയ്യാൻ തുടങ്ങും. അതറിയാമല്ലോ. അപ്പൊ ഏതോ ഒരു പർട്ടിക്കുലർ മൊമെന്റിൽ ഇത് ഇൻഫിനിറ്റി ഇരിക്കുന്ന ആളാ, ഇമേജും ഇൻഫിനിറ്റിയിൽ ഇരിക്കുന്ന ഒബ്ജക്റ്റും തമ്മിൽ ഇൻഫൈനൈറ്റ് ഡിസ്റ്റൻസ് ആണ്. ഈ ഒബ്ജക്റ്റ് മൂവ് ചെയ്ത് ഇവര് പരസ്പരം അടുത്ത് ഏതോ ഒരു മൊമെന്റിൽ അവർ തമ്മിൽ 40 സെന്റിമീറ്റർ ദൂരെ എത്തും. ഇതിപ്പോ ഒബ്ജക്റ്റ് ആണ്, ഇൻഫിനിറ്റി ഇരിക്കുവാണ്, ഇത് ഇമേജ് ഫോക്കസിലാണ്. ഇവർ അടുത്തടുത്ത് ഇവിടെ എത്തിയപ്പോ ഇവരിപ്പോ എത്ര 40 സെന്റിമീറ്റർ ഡിസ്റ്റൻസിലായി. ക്ലിയർ? അത് കഴിഞ്ഞ് ഇവർ പരസ്പരം മീറ്റ് ചെയ്തിട്ട് അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് 0 ആവും. എഗെയിൻ ഇവർ അകന്ന് പോയിക്കൊണ്ടിരിക്കുകയല്ലേ. കാര്യം ഒബ്ജക്റ്റ് ഇതിനെ കൊളൈഡ് ചെയ്യണമെന്നാ പറഞ്ഞത്, കൊളൈഡ് ചെയ്യുന്നിടം വരെ എന്നാ ചോദിച്ചത്. അപ്പൊ അവർ മീറ്റ് ചെയ്തിട്ട് എപ്പോഴോ ഇവർ വീണ്ടും അകന്ന് പോയി കഴിയുമ്പോൾ വീണ്ടും ഇവർ അഗെയിൻ എന്തായി, രണ്ടാമത്തെ തവണ 40 സെന്റിമീറ്റർ ഡിസ്റ്റൻസിലെത്തി. ക്ലിയർ? അത് കഴിഞ്ഞ് എന്താ സംഭവിക്കുന്നത്? അവിടെ കൊണ്ട് തീർന്നിട്ടില്ല. ഈ ഒബ്ജക്റ്റ് വീണ്ടും മൂവ് ചെയ്ത് ഫോക്കസിലെത്തും. ഒബ്ജക്റ്റ് ഫോക്കസിലെത്തി. നിങ്ങളൊന്ന് ആലോചിച്ച്, ഒബ്ജക്റ്റ് ഫോക്കസിലെത്തുമ്പോഴത്തേക്ക് ഇമേജ് അങ്ങ് ഇൻഫിനിറ്റിയിലെത്തും. പക്ഷെ ഒബ്ജക്റ്റ് ഫോക്കസിൽ നിന്നും ഇപ്പുറത്തേക്ക് മൂവ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഒബ്ജക്റ്റ് ഫോക്കസിൽ നിന്ന് ഇപ്പുറത്തേക്ക് മൂവ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ, അതായത് ഒപ്റ്റിക്കൽ പോളിനും ഫോക്കസിനും ഇൻ ബിറ്റ്വീൻ മൂവ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഇമേജ് എന്ന് പറയുന്ന ആള് ബിഹൈൻഡ് ദ മിറർ വരും. ഇവിടെ എവിടെയോ കിട്ടും. ക്ലിയർ? എന്നിട്ട് എന്താ സംഭവിക്കുന്നത്? ഇവൻ ഇവിടുന്ന് ഇങ്ങോട്ട് മൂവ് ചെയ്യാൻ തുടങ്ങും ഇമേജ്. ക്ലിയർ? അപ്പൊ ആ സമയത്തും അവര് തമ്മിൽ എഗെയിൻ ഒരു 40 സെന്റിമീറ്റർ ഡിസ്റ്റൻസിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. സോ ആൻസർ ഈസ് 3 ടൈംസ്. ഓപ്ഷൻ 3 വളരെ സിമ്പിൾ ആയിട്ട് എടുക്കാൻ പറ്റും. കോൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സെറ്റ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. എന്താ ചോദിച്ചിരിക്കുന്നത്? എ മോണോക്രോമാറ്റിക് ബീം ഓഫ് ലൈറ്റ് ഓഫ് വേവ് ലെങ്ത് ലാംഡ ഫ്രീക്വൻസി ന്യൂ ഗോസ് ഫ്രം വാക്വം ടു മീഡിയം. വാക്വത്തിൽ നിന്ന് മീഡിയത്തിലോട്ടാണ് പോകുന്നത്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് n ആണെന്ന് തന്നിട്ടുണ്ട്. ഹൗ ഡു ദ വേവ് ലെങ്ത് ആൻഡ് ഫ്രീക്വൻസി ഓഫ് ലൈറ്റ് ചേഞ്ചസ്? വളരെ സിമ്പിൾ ആയിട്ടൊരു കാര്യം പറയാം. ഫ്രീക്വൻസി ഡസ് നോട്ട് ചേഞ്ചസ്. എന്താ കാര്യം? ഒരു മോണോക്രോമാറ്റിക് ലൈറ്റ് ആണ്, ആയിക്കോട്ടെ. ഫ്രീക്വൻസി ആരെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യത്തുള്ളൂ? only depends on source. മീഡിയമായിട്ടൊന്നും യാതൊരു ബന്ധവുമില്ല. അപ്പൊ ഫ്രീക്വൻസിക്ക് മാറ്റമില്ല. വേവ് ലെങ്ത് ഫ്രീക്വൻസി n ടൈംസ് ന്യൂ ആണെന്ന് പറയുന്നത് ഫ്രീക്വൻസി ബിക്കം ന്യൂ ബൈ n എന്ന് പറയുന്നു. ഡു നോട്ട് ചേഞ്ച്, ഡസ് നോട്ട് ചേഞ്ച്. അപ്പൊ ഇത് രണ്ടിൽ ഏതെങ്കിലും ആണ് ഓപ്ഷൻ വരാനുള്ള സാധ്യത. ഫ്രീക്വൻസിക്ക് മാറ്റമില്ല. ഇനി നമുക്ക് ആരെ പറ്റിയും കൂടെ സംസാരിക്കണം? വേവ് ലെങ്തിനെ പറ്റി സംസാരിക്കണം. സോ നമുക്ക് അറിയാവുന്ന ജനറൽ ഇക്വേഷൻസ് നമുക്ക് യൂസ് ചെയ്യാം. നമുക്കറിയാം വെലോസിറ്റി v ഈക്വൽ ടു ന്യൂ ലാംഡ. നമ്മൾ പഠിച്ചിട്ടുള്ള ജനറൽ ഇക്വേഷൻ ആണ്. വെലോസിറ്റി v ഈക്വൽ ടു ന്യൂ ലാംഡ. ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇത് ജനറൽ ഇക്വേഷൻ, ഇത് വാക്വത്തിലേക്ക് എത്തുമ്പോൾ v എന്ന് പറഞ്ഞാൽ c ആയിട്ട് മാറും. c ഈക്വൽ ടു ന്യൂ ലാംഡ. ഇവിടുന്ന് ലാംഡ ഈക്വൽ ടു c ബൈ ന്യൂ. നിങ്ങൾ ഓൾറെഡി പഠിച്ചിരിക്കുന്ന റിലേഷൻ ആണ്. വളരെ ബേസിക് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. ഈ ഇക്വേഷനെ അതേപോലെ തന്നെ അസോസിയേറ്റ് ചെയ്യുന്ന ഒരു ഇക്വേഷനോട് അറിയാമെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് ഇത് ചെയ്യാൻ പറ്റും. അതേപോലെ നമ്മൾ പഠിച്ചിരിക്കുന്ന ഒരു കോൺസെപ്റ്റ് ആണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. മക്കളെ, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് n ആണ്. എന്താ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന്റെ ജനറൽ ഇക്വേഷൻ? സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം ഡിവൈഡഡ് ബൈ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ മീഡിയം. അപ്പൊ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം c ആണ്, സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ മീഡിയം v ആണ്. സോ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന്റെ ജനറൽ ഇക്വേഷൻ എഴുതി n ഈക്വൽ ടു c ബൈ v. നമുക്കറിയാവുന്ന മറ്റൊരു ഇക്വേഷൻ. ഓക്കെ, നമുക്കിപ്പോ കിട്ടിയ ഈ രണ്ട് റിലേഷൻസ്, ഇക്വേഷൻ നമ്പർ 1, ഇക്വേഷൻ നമ്പർ 2. ഇക്വേഷൻ നമ്പർ 2 റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് n ഈക്വൽ ടു എന്തെന്നാ നമ്മൾ ഓൾറെഡി പറഞ്ഞത്? സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം ഡിവൈഡഡ് ബൈ മീഡിയം. അപ്പൊ ഈ കാണുന്ന v എന്ന് പറയുന്നത്
മീഡിയത്തിലെ വെലോസിറ്റി ആണെന്ന കാര്യം നിങ്ങൾ മറക്കരുത്. ഇപ്പൊ ഈ എഴുതി വെച്ചിരിക്കുന്നത് വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ വാക്വം ആണ്. അങ്ങനെയാണെങ്കിൽ വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ മീഡിയം v ഈക്വൽ ടു ന്യൂ ലാംഡയ്ക്ക് പകരം ലാംഡ ഡാഷ്. കാര്യം ന്യൂ ഫ്രീക്വൻസി മാറില്ല, പക്ഷെ വേവ് ലെങ്ത് മാറും. ലാംഡ ഡാഷ് എന്ന് എഴുതാം. ക്ലിയർ? ഇനി ഞാൻ ഇവിടെ ഒരു വിക്ക് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാൻ പോകും. ഈ വി എന്ന് പറഞ്ഞാൽ മീഡിയത്തിലെ വെലോസിറ്റി അല്ലേ? ഇവിടുന്ന് കിട്ടുമല്ലോ v ഈക്വൽ ടു സി ബൈ എൻ. അപ്പൊ ഈ വിക്ക് പകരം എന്ത് കൊടുക്കാം? സി ബൈ എൻ വിച്ച് ഈസ് ഈക്വൽ ടു ന്യൂ ലാംഡ ഡാഷ്. സി ബൈ എൻ വിച്ച് ഈസ് ഈക്വൽ ടു ന്യൂ ലാംഡ ഡാഷ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ലാംഡ ഡാഷ് അല്ലേ? സോ ലാംഡ ഡാഷ് വിച്ച് ഈസ് ഈക്വൽ ടു ന്യൂ താഴെ വന്നാൽ മതി. സി ഡിവൈഡഡ് ബൈ എൻ ഇൻറ്റു ന്യൂ. സി ഡിവൈഡഡ് ബൈ എൻ ഇൻറ്റു ന്യൂ. നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കുക. വാട്ട് ഈസ് സി ബൈ ന്യൂ? സി ബൈ ന്യൂ. സി ബൈ ന്യൂ എന്ന് പറഞ്ഞാൽ ലാംഡ ആണ്. അപ്പൊ ഈ സി ബൈ ന്യൂന് നമുക്ക് ലാംഡ എന്ന് കൊടുക്കാം. സോ വിച്ച് ഇംപ്ലൈസ് ലാംഡ ഡാഷ് ഈക്വൽ ടു സി ബൈ ന്യൂന് പകരം ലാംഡ കൊടുത്താൽ അത് ലാംഡ ബൈ എൻ ആയിട്ട് മാറി. സോ ഫ്രീക്വൻസിക്ക് മാറ്റമില്ല, ലാംഡ വേവ് ലെങ്തിന് മാറ്റമുണ്ട്. ലാംഡ ഡാഷ് എന്ന് പറയുന്നത് ലാംഡ ബൈ എൻ ആയിട്ട് മാറി. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടാവണം. ലാംഡ ബൈ എൻ ആൻഡ് ഫ്രീക്വൻസി ഡസ് നോട്ട് ചേഞ്ച്. വേവ് ലെങ്ത് ലാംഡ ബൈ എൻ ആയിട്ട് മാറുന്നു. ക്ലിയർ കോൺസെപ്റ്റ് അല്ലേ? വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന കോൺസെപ്റ്റ് അല്ലേ? യെസ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. ദ റേഷ്യോ ഓഫ് RMS സ്പീഡ് ടു ദി RMS ആംഗുലാർ സ്പീഡ് ഓഫ് എ ഡയാറ്റോമിക് ഗ്യാസ് അറ്റ് എ സർട്ടൻ ടെമ്പറേച്ചർ. നമുക്ക് ചെയ്തെടുക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ. മക്കളെ, ഇത് ഡയാറ്റോമിക് ആണെന്ന് പറയുന്നുണ്ട്. അപ്പൊ നമുക്കറിയാം ഒരു ഡയാറ്റോമിക് ഗ്യാസിന്റെ ഡയാറ്റോമിക് ആകുമ്പോൾ ഉള്ള പ്രത്യേകത എന്താ? ഡയാറ്റോമിക് ആകുമ്പോൾ അതിന്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് 5 ആണ്. ഡിഗ്രി ഓഫ് ഫ്രീഡം അത് 5 ആണ്. ഡിഗ്രി ഓഫ് ഫ്രീഡം 5 ആകുമ്പോൾ നിങ്ങൾ അവിടുന്ന് ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്, ഇതില് 3 മാർക്ക് പോകും. 3 ട്രാൻസ്ലേഷനും 2 ഡിഗ്രി ഓഫ് ഫ്രീഡം റൊട്ടേഷനുമാണ്. ഇതിന്റെ കോമ്പിനേഷൻ ആണ് 5 ആവുന്നത്. നമുക്കറിയാം ആക്ച്വലി ഇതും 3 ഉണ്ട്, പക്ഷെ അത് ഇറ്റ്സ് ഓൺ ആക്സിസിലാണ്, അത് നമ്മൾ എടുക്കില്ല. 3 ട്രാൻസ്ലേഷനും ഉണ്ട്, 2 റൊട്ടേഷനും ഉണ്ട്. ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇവിടെ നിന്ന് ശ്രദ്ധിച്ചിരിക്കണം. ഇക്യു പാർട്ടീഷൻ എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് നിങ്ങൾ പഠിക്കുന്നുണ്ട് അല്ലെ? ഇക്യു പാർട്ടീഷനിൽ എന്താ പറയുന്നത്? അക്കോർഡിംഗ് ടു ഇക്വി പാർട്ടീഷൻ എന്താ പറയുന്നത്? ഓരോ ഡിഗ്രി ഓഫ് ഫ്രീഡത്തിനും കിട്ടുന്ന എനർജി എന്ന് പറയുന്നത് എത്രയാണ്? ഹാഫ് kBT ആണെന്ന് നിങ്ങൾ പഠിക്കുന്നുണ്ട്. വേർ kB ഈസ് നോൺ ആസ് ബോൾട്ട്സ്മാൻ കോൺസ്റ്റന്റ്. ഓരോ ഡിഗ്രി ഓഫ് ഫ്രീഡത്തിലേക്കും ഈക്വലി ഹാഫ് kBT വെച്ച് കിട്ടിക്കൊണ്ടിരിക്കും. അപ്പൊ നമുക്ക് മനസ്സിലായി ഡിഗ്രി ഓഫ് ഫ്രീഡം 5 ആണ് അല്ലെ? അതില് ട്രാൻസ്ലേഷനും ഉണ്ട്, റൊട്ടേഷനും ഉണ്ട്. ട്രാൻസ്ലേഷൻ എത്രണ്ണ? 3 അപ്പൊ ട്രാൻസ്ലേഷൻ നമ്മളോട് ചോദിച്ചത് എന്ത് കാണാനാണ്? നമ്മളോട് ദ റേഷ്യോ ഓഫ് ദ RMS സ്പീഡ് ആൻഡ് ആംഗുലാർ സ്പീഡ്, RMS ആംഗുലാർ സ്പീഡ് എന്നാണ്. അപ്പൊ ട്രാൻസ്ലേഷൻ എനർജി, ട്രാൻസ്ലേഷന്റെ കേസിൽ നമുക്ക് പറയാം കൈനറ്റിക് എനർജി വിച്ച് ഈസ് ഈക്വൽ ടു ഹാഫ് mv². ആണ് ട്രാൻസ്ലേഷന്റെ എനർജി. ആണോ? ട്രാൻസ്ലേഷൻ കാരണമുള്ള എനർജി ഹാഫ് mv² ആണ്. ദിസ് ഈസ് ഡ്യൂ ടു ട്രാൻസ്ലേഷൻ. കൈനറ്റിക് എനർജി ഡ്യൂ ടു റൊട്ടേഷൻ എന്ന് പറയുന്നത് എത്രയാണ്? ഹാഫ് i⍵² ആണ്. ഹാഫ് i⍵² ആണ്. സോ മക്കളെ വിച്ച് ഈസ് ഈക്വൽ ടു ഓരോ ട്രാൻസ്ലേഷൻ എനർജിയിൽ ഓരോ ഡിഗ്രി ഓഫ് ഫ്രീഡത്തിനും എത്ര കിട്ടണം? ഹാഫ് kBT കിട്ടണം. അങ്ങനത്തെ എത്രണ്ണം ഉണ്ട്? 3 ഉണ്ട്. അങ്ങനത്തെ എത്രണ്ണം ഉണ്ട്? 3 ഉണ്ട്. അപ്പൊ നമുക്ക് ഇത് എത്ര കിട്ടി? 3/2 kBT എന്ന് കിട്ടും. സിമിലർലി റൊട്ടേഷന്റെ കേസിൽ ഒരാൾക്ക് കിട്ടേണ്ടത് ഹാഫ് kBT ആണ് അല്ലെ? ഹാഫ് kBT ആണ്. അങ്ങനത്തെ എത്ര റൊട്ടേഷൻ ഉണ്ട്? 2 റൊട്ടേഷൻ ഉണ്ട്. സോ 2 കട്ടായി പോയി. ഇവിടെ നമുക്ക് എത്ര കിട്ടും? kBT എന്ന് കിട്ടും. ക്ലിയർ? അപ്പൊ ഇവിടെ നോക്കിക്കേ, ട്രാൻസ്ലേഷന്റെയും റൊട്ടേഷന്റെയും കൂടെ റേഷ്യോ വെച്ചിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? നമ്മളോട് ചോദിച്ചിരിക്കുന്നത് റേഷ്യോ ഓഫ് RMS സ്പീഡ് ആൻഡ് RMS ആംഗുലാർ സ്പീഡ് എന്നാ. ഇതല്ലേ RMS സ്പീഡ്, ഇതല്ലേ RMS ആംഗുലാർ സ്പീഡ്. അപ്പൊ നിങ്ങൾ ഇവരുടെ റേഷ്യോ എടുത്താൽ മതി. റേഷ്യോ എടുക്കുമ്പോൾ എന്താ സംഭവിച്ചു പോകുന്നത്? റേഷ്യോ എടുക്കുമ്പോൾ ഇവിടുന്ന് ഹാഫ് കട്ടായി പോകും. സോ ഇവിടെ എന്ത് വരും? m/i ഇൻറ്റു v/ω² അല്ലേ? m/i ഇൻറ്റു v/ω². ഇവിടുന്ന് റേഷ്യോ കട്ട് ചെയ്യുമ്പോൾ
കെ ബി ടി കട്ടായി പോയി, ഫൈനൽ 3/2 എന്ന് കിട്ടും. വിച്ച് ഇംപ്ലൈസ് വി ബൈ ഒമേഗ ഇസ് ഈക്വൽ ടു, ഇത് ക്രോസ് മൾട്ടിപ്ലൈ, അപ്പൊ എന്നാ കിട്ടും 3i ഡിവൈഡഡ് ബൈ 2m എന്ന് കിട്ടും. ഇവിടെ ഹോൾ സ്ക്വയർ ഉണ്ട് അല്ലെ, ഇവിടെ ഒരു വി ബൈ ഒമേഗ, ഇതിന്റെ റേഷ്യോ ആണ് ഡയറക്റ്റ് ചോദിച്ചിരിക്കുന്നത്. സോ വി ബൈ ഒമേഗ വിച്ച് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 3i ഡിവൈഡഡ് ബൈ 2m. 3i ഡിവൈഡഡ് ബൈ 2m വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. റൂട്ട് ഓഫ് 3i ബൈ 2m, 3i ബൈ 2m ഓപ്ഷൻ 3 എടുക്കാൻ പറ്റും. ക്ലിയർ? വളരെ സിമ്പിൾ കോൺസെപ്റ്റുകളാണ് ഇത്, വലിയ കാൽക്കുലേഷൻസ് ഒന്നും വരുന്നില്ല, നമുക്ക് ഈസി ആയിട്ട് ചെയ്തു പോകാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം, ശ്രദ്ധിച്ചിരിക്കുക. ഫിഗർ ഷോസ് 3 സർക്കുലർ ആർക്സ് ഈച്ച് ഓഫ് റേഡിയസ് r ആൻഡ് ടോട്ടൽ ചാർജ് ആസ് ഇൻഡിക്കേറ്റഡ്. ഓക്കെ, ഇവിടെ 3 ആർക്കുകളുണ്ട്, അവരുടെ ചാർജുകൾ, ഈ ആർക്കിന്റെ ചാർജ് +3q ആണ്, ഇവന്റെ ചാർജ് -2q ആണ്, ഇവന്റെ ചാർജ് +q ആണ്. ഓക്കെ, the net electric potential at center of the curvature, net electric potential at center of the curvature എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ശ്രദ്ധിച്ചിരിക്കണം. യെസ് മക്കളെ, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അറ്റ് സെന്റർ ഞാൻ V എന്ന് വിളിക്കുക, വിച്ച് ഇസ് ഈക്വൽ ടു V1 പ്ലസ് V2 പ്ലസ് V3 എന്ന് വെച്ചാൽ ഇവൻ തരുന്നത്, ഇവൻ കാരണമുള്ളത് V1, ഇവർ കാരണമുള്ളത് V2, ഇവൻ തരുന്നത് V3. പൊട്ടൻഷ്യൽ അറ്റ് സെന്റർ, പൊട്ടൻഷ്യൽ അറ്റ് എ ഡിസ്റ്റൻസ് r, ഇവന്റെ റേഡിയസ് r ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ നിന്നും പൊട്ടൻഷ്യൽ അറ്റ് എ ഡിസ്റ്റൻസ് r കാണാനുള്ള ജനറൽ ഇക്വേഷൻ എന്താ? 1/4πε0 Q by R. അപ്പൊ 1/4πε0. അപ്പൊ ഒന്നാമത്തെ ആളുടെ 1/4πε0 എന്ന് എഴുതാൻ സിംപിളി K. അപ്പൊ ഓപ്ഷനിൽ 1/4πε0 ഉണ്ട്. അപ്പൊ നമുക്ക് ഇപ്പൊ ഞാൻ ഡയറക്റ്റ് K എന്ന് എഴുതുവാണ്, 1/4πε0 Q by R. അപ്പൊ 1/4πε0 കോൺസ്റ്റന്റ് K ആണ്, K ഇൻറ്റു Q. ഒന്നാമത്തെ ആള് നമ്മൾ V1 എന്നെടുത്ത് 3Q ആണ്. അപ്പൊ K ഇൻറ്റു 3Q ഡിവൈഡഡ് ബൈ R പ്ലസ് രണ്ടാമത്തെ ആൾ ഇവനാണ്. അപ്പം K ഇൻറ്റു -2Q ഡിവൈഡഡ് ബൈ R പ്ലസ് അടുത്തത് K ഇൻറ്റു Q ഡിവൈഡഡ് ബൈ R ആണ്. Q ഡിവൈഡഡ് ബൈ R ആണ്. ഇവിടുന്ന് നമുക്ക് ആരെയൊക്കെ കോമൺ ആയിട്ട് പുറത്തെടുക്കാം? ഈ K ബൈ R ഇനി കോമൺ ആയിട്ട് പുറത്തെടുക്കാം. K ബൈ R, K എന്ന് പറഞ്ഞാൽ 1/4πε0, 1/4πε0 ഇൻറ്റു R ഹോൾ ഇൻറ്റു ന്യൂമറേറ്റർ മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. ഇത് R അപ്പോൺ ആണ്, അപ്പൊ അതൊരു കോമൺ ആയിട്ട് ഇങ്ങനെ മാറ്റി വെച്ചു. ന്യൂമറേറ്റർ മാത്രം നോക്കി, ഇവിടെ ഒരു 3Q -2Q ദാറ്റ് ഈസ് Q, Q plus Q that is 2Q. ഇവിടുന്ന് ഒരു 2 4 കട്ട് ചെയ്ത താഴെ ഒരു 2 കിട്ടും. സോ ഫൈനലി Q ഡിവൈഡഡ് ബൈ 2πε0 R, 2πε0 R. അങ്ങനെ ഓപ്ഷൻ അതിലുണ്ടാവണം. Q by 2πε0 R, Q by 2πε0 R. ഓപ്ഷൻ 1 വളരെ ഈസി ആയിട്ട് എടുക്കാൻ പറ്റും. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇൻ ദ ഫിഗർ ഷോൺ ഓൾ ബാറ്ററീസ് ആർ ഐഡിയൽ. ബാറ്ററി ഐഡിയൽ ആണെന്ന് പറയുമ്പോൾ അവർക്ക് ഇന്റേണൽ റെസിസ്റ്റൻസ് ഇല്ല എന്ന കോൺസെപ്റ്റ് നിങ്ങൾ ഓർക്കുക. ഓരോ സർക്യൂട്ടിലെയും കറണ്ട് തന്നിട്ടുണ്ട്, അങ്ങനെ ഓരോ ബ്രാഞ്ച് അല്ലെങ്കിൽ ഓരോ സെല്ല് തരുന്നു. അതിലെ ഏറ്റവും നല്ല ഓപ്ഷൻ, പെർഫെക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ എടുക്കുക എന്നുള്ളതാണ് നമ്മുടെ പണി. ശ്രദ്ധിച്ചിരുന്നു, ഇത് ചെയ്യാൻ എളുപ്പമാണ്, വലിയ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു പ്രോബ്ലം അല്ല. ഈ പർട്ടിക്കുലർ ടൈപ്പ് ഓഫ്, ഇത് ഒരു ടൈപ്പ് ഓഫ് പ്രോബ്ലം ആണ്. നമ്മൾ ഈ കോൺസെപ്റ്റ് ഒക്കെ നമ്മുടെ ചാനലിൽ തന്നെ ബൂസ്റ്റർ സീരീസിനകത്ത് ഈ സെയിം വാല്യൂസ് ഡിഫറെന്റ് ആണ്, പക്ഷേ ഈ സെയിം കോൺസെപ്റ്റിലെ ക്വസ്റ്റ്യൻ നമ്മൾ ഇട്ടിട്ടുണ്ട്. കാര്യം ഇതൊക്കെ മിക്കപ്പോഴും മെയിൻസിന് ചോദിച്ച് കാണുന്ന ഒരു ടൈപ്പാണ്. നിങ്ങൾ ഇവിടെ നോക്കിയാൽ താഴത്തെ ഈ ഒരു ബ്രാഞ്ച്, ഈ ഫുൾ ബ്രാഞ്ച് എടുത്താൽ അവിടെ എങ്ങും റെസിസ്റ്റൻസ് ഒന്നും വരുന്നില്ല. അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ഈ താഴെ എങ്ങും റെസിസ്റ്റൻസ് ഒന്നും ഇല്ലാത്ത ഫ്രീ ആയിട്ടുള്ള ബ്രാഞ്ച്, അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ. നിങ്ങൾ ഇതിന്റെ ഓരോ എൻഡ് അങ്ങ് എർത്ത് ചെയ്തു. അപ്പൊ അവിടുത്തെ പൊട്ടൻഷ്യൽ 0 ആണെന്ന് മനസ്സിലായി. ഇവിടുത്തെ പൊട്ടൻഷ്യൽ 0 ആണെങ്കിൽ ഇവിടെ റെസിസ്റ്റൻസ് ഇല്ലാത്തതുകൊണ്ട് ഇവിടെ ഒന്നും ഡ്രോപ്പ് ഇല്ല. അപ്പൊ ഇവിടെ 0, അവിടെയും 0 ആവണം, ഇവിടെയും 0 ആവണം, ഇവിടെയും 0 ആകി ഈ പോയിന്റും 0 ആയിട്ട് മാറും, ഈ പോയിന്റും 0 ആയിട്ട് മാറും. അവിടെ എല്ലാം പൊട്ടൻഷ്യൽ സെയിം. കാര്യം ഇവിടെ ഒന്നും റെസിസ്റ്റൻസ് ഇല്ല. ഇനി ഇവിടുന്ന് മുകളിലോട്ട് പോകുന്നതോറും ഇവിടെയൊക്കെ റെസിസ്റ്റൻസ് ഉള്ളതുകൊണ്ട് ഡ്രോപ്പ് ഉണ്ടാവും. അപ്പൊ നമുക്ക് അത് അങ്ങനെ എഴുതാനും പറ്റില്ല. ഇപ്പൊ റെസിസ്റ്റൻസ് ഇല്ലാത്ത ബ്രാഞ്ചുകൾ നമുക്ക് നോക്കിയാൽ ഇവിടെ 0 ആണല്ലോ. ഈ 0യിൽ നിന്ന് നിങ്ങൾ മുകളിലോട്ട് പോയാൽ ഇവിടെ ഒരു സെല്ല് മാത്രമല്ലേ ഉള്ളൂ. ഈ സെല്ലിന്റെ മൈനസ് പ്ലസ് നമ്മൾ
ക്രിച്ചോഫ് ലോ പഠിപ്പിച്ചപ്പോഴും അതേപോലെ തന്നെ നെറ്റ്വർക്ക് അനാലിസിസ് മാത്രമായിട്ട് ഒരു വീഡിയോ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിന്റെ കാര്യങ്ങൾ പഠിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിന്റെ ഈ വീഡിയോയുടെ എൻഡ് സ്ക്രീൻ വരുമ്പോൾ ഈ സർക്യൂട്ട് അനാലിസിസിന്റെ വീഡിയോയും കൂടെ ഒന്ന് അറ്റാച്ച് ചെയ്തേക്കാം. നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് കാണാം. ഒന്നെങ്കിൽ എൻഡ് സ്ക്രീനിൽ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലൂടെ വേണമെങ്കിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഉറപ്പായിട്ട് അത് കണ്ടു വേണമെങ്കിൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ഇനിയിപ്പം നമുക്ക് സമയം വളരെ കുറവാണ്. സോ കോൺസെപ്റ്റ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാം. അപ്പൊ ഇവിടെ 0 ആണ്, ഇത് മൈനസ് ആണ്, രണ്ടാമത്തെ സിമ്പിൾ പ്ലസ് ആണ്. അപ്പൊ രണ്ടാമത്തെ സിമ്പിൾ പ്ലസ് എടുക്കണം. ഇത് 25 ആണ്. സോ ഇവിടുത്തെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് 25 വോൾട്ട് എന്ന് കിട്ടും. ഇനി ഇത് 25 ആണ്. നമ്മൾ ഇവിടുന്ന് താഴോട്ട് വരുന്നു. ഇവിടെ മൈനസ് ആണ്, ഇവിടെ പ്ലസ് ആണ്. ഇപ്പൊ നമ്മുടെ കയ്യിൽ 25 ഉണ്ട്, എൻ്റെ കയ്യിൽ 25 ഉണ്ട്. ഇവിടുന്ന് ഇങ്ങോട്ട് വരുന്നു, രണ്ടാമത് മൈനസ്, ഒന്നാമത് മൈനസ് കാണുന്നു, രണ്ടാമത് പ്ലസ് കാണുന്നു. രണ്ടാമത് കാണുന്ന സിമ്പിളാണ് എടുക്കേണ്ടത്. ഇവിടുന്ന് 0 എടുത്തിട്ട് രണ്ടാമത്തെ സിമ്പിൾ പ്ലസ് 25 ഇവിടെ എഴുതിയ പോലെ ഇത് പ്ലസ് 25 ആണ്. പ്ലസ് 25 എഴുതിയ പോലെ ഇവിടെ, അപ്പൊ ഇത് പ്ലസ് 25 ആണ്, ഇത് പ്ലസ് 25 ആണ്, ഈ പോയിന്റും പ്ലസ് 25 ആണ്, ഈ പോയിന്റും പ്ലസ് 25 ആണ്, ഈ പോയിന്റും പ്ലസ് 25 ആണ്. ക്ലിയർ? എന്താ അവിടെ എല്ലാം വാല്യൂ എഴുതാൻ പറ്റിയത്? ഇവിടെ റെസിസ്റ്റൻസ് ഇല്ലാത്തപ്പോൾ 0 എഴുതിയ പോലെ ഇവിടുന്ന് മോളിൽ കിട്ടിയത് 25 ആണ്. ഇവിടെ എല്ലാം 25 ആണെന്ന് എനിക്ക് പറയാം. കാര്യം എന്താ? ഇവിടെ എങ്ങും റെസിസ്റ്റൻസ് ഇല്ല. അപ്പൊ റെസിസ്റ്റൻസ് ഇല്ല, അവിടെ ഒന്നും ഡ്രോപ്പ് ഉണ്ടാവത്തില്ല, സെയിം പൊട്ടൻഷ്യൽ ആണെന്ന് എഴുതി വെക്കാൻ പറ്റും. ക്ലിയർ? അതാണ് അവിടുത്തെ കോൺസെപ്റ്റ്. ഇനി നമ്മൾ എന്ത് വെച്ചാൽ ഈ പോയിന്റ് എഴുതിയെടുത്തു താഴോട്ട് വരിക. റെസിസ്റ്റൻസ് ഉണ്ടാവാൻ പാടില്ല. ഇവിടുന്ന് ഇങ്ങോട്ട് വരെ റെസിസ്റ്റൻസ് ഉണ്ട്, അപ്പൊ മുകളിലോട്ട് പോകാൻ പറ്റത്തില്ല. പക്ഷെ ഇവിടുന്ന് ഇവിടെ വരെ നിങ്ങൾക്ക് വരാമല്ലോ, ഈ റെസിസ്റ്റൻസ് തൊട്ടിപ്പുറ വരെ വരാമല്ലോ. അങ്ങനെ ആലോചിച്ചാൽ മതി. അപ്പൊ ഇത് 25 ആണ്. ആദ്യം മൈനസ്, രണ്ടാമത് പ്ലസ്, രണ്ടാമത്തെ സിമ്പിൾ പ്ലസ്. അപ്പൊ എത്രയാ? ഇത് 30 ആണ്. ഇതിന്റെ കൂടെ ഇങ്ങോട്ട് ആഡ് ചെയ്യുക. ഇതുകൂടെ ആഡ് ചെയ്താൽ മതി. 30ഉം 25ഉം 55. അപ്പൊ ഇവിടുത്തെ പൊട്ടൻഷ്യൽ 55 വോൾട്ട്. 55 വോൾട്ട്. ഇവിടുത്തെ പൊട്ടൻഷ്യൽ 55 വോൾട്ട്. ക്ലിയർ? ഇനി ഇത് 25 ആണ്, ഇത് പ്ലസ് ആണ്, രണ്ടാമത്തെ സിമ്പിൾ മൈനസ് ആണ്. ഇപ്പൊ രണ്ടാമത്തെ സിമ്പിളായ മൈനസ് എടുക്കുക. അപ്പൊ 25ന്ന് 20 നിങ്ങൾ കുറയ്ക്കണം. രണ്ടാമത്തെ സിമ്പിളായ മൈനസ് എടുത്ത് കുറച്ചാൽ 25ന്ന് 20 പോയാൽ ഇവിടെ 5 വോൾട്ട് എന്ന് കിട്ടും. ക്ലിയർ? ഇനി അടുത്ത് ഇത് പ്ലസ് 25 ആണ്, ഇത് മൈനസ് ആണ്, രണ്ടാമത്തെ സിമ്പിൾ പ്ലസ് ആണ്, രണ്ടാമത്തെ സിമ്പിളായ പ്ലസ് എടുക്കുക. 25ഉം 5ഉം 30 ആണ്. അപ്പൊ ഇവിടെ 30 വോൾട്ട് ആണെന്ന് മനസ്സിലാക്കുക. ഇത് 25 ആണ്. ഇത് ആദ്യത്തെ സിമ്പിൾ പ്ലസ് ആണ്, രണ്ടാമത്തെ സിമ്പിൾ മൈനസ് ആണ്. രണ്ടാമത്തെ സിമ്പിളായ നെഗറ്റീവ് എടുക്കുക, രണ്ടാമത്തെ സിമ്പിളായ നെഗറ്റീവ് എടുക്കുക. സോ ഇവിടെ വരുമ്പോഴത്തേക്ക് 25ന്ന് 10 കുറയ്ക്കണം. അപ്പൊ ഇത് 15 വോൾട്ട് ആണ്. 15 വോൾട്ട് ആണ്. ഇത് പക്കയായിട്ട് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിച്ചോട്ടെ. അത് പക്കയായിട്ട് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമുക്ക് ഇവിടുത്തെ കറണ്ട് കണ്ടുപിടിക്കാം അല്ലെ? അങ്ങനെയല്ലേ എഴുതി വെച്ച കറണ്ട് ത്രൂ ദ 5 വോൾട്ട് സെല്ല്, അങ്ങനെ ഡിഫറൻസ് സെല്ലിലെ കറണ്ടുകളാണ് വന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ കറണ്ട് കണ്ടുപിടിക്കുക. ഇവിടുത്തെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയാ? ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക, കറണ്ട് ഓൾവേസ് ഫ്ലോസ് ഫ്രം ഹൈ പൊട്ടൻഷ്യൽ ടു ലോ പൊട്ടൻഷ്യൽ. അപ്പൊ ഇത് ഹൈ, ഇത് ലോ ആണ്, ഇത് ഹൈ, ഇത് ലോ ആണ്, ഇതെല്ലാം ഹൈ ടു ലോ ആണ്. അപ്പൊ കറണ്ട് ഇവിടുന്ന് താഴോട്ട് വരും. അപ്പൊ ഇവിടെ നിന്നുള്ള കറണ്ട് താഴേക്ക് വരും. അപ്പൊ ഇവിടുന്ന് ഇങ്ങനെ വരുന്ന കറണ്ടിനെ ഞാൻ I1 എന്ന് വിളിക്കുന്നു. ഇവിടുന്ന് വരുന്ന കറണ്ടിനെ ഞാൻ I2 എന്ന് വിളിക്കുന്നു. ഇവിടുന്ന് താഴോട്ട് വരുന്ന കറണ്ടിനെ ഞാൻ I3 എന്നും, ഇവിടുന്ന് താഴേക്ക് വരുന്ന കറണ്ടിനെ ഞാൻ I4 എന്നും വിളിച്ചു. ക്ലിയർ? I1 കാണാമോ? കറണ്ട് കാണാൻ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബൈ റെസിസ്റ്റർ. കറണ്ട് കാണാൻ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബൈ റെസിസ്റ്റർ. ഇവിടുത്തെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയാ? ഇത് 15 ആണ്, ഇത് 0 ആണ്. ക്ലിയർ? അപ്പൊ ഇവിടുത്തെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് 15 മൈനസ് 0, 15 ബൈ അവിടുത്തെ റെസിസ്റ്റൻസ് 5. സോ അവിടുത്തെ കറണ്ട് 3 ആംപിയർ. അടുത്തത് ഇവിടുത്തെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് I2 ഞാൻ കാണാൻ പോവാണ്. I2 വിച്ച് ഈസ് ഈക്വൽ ടു ഇവിടുത്തെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് 30 മൈനസ് 0 ദാറ്റ് ഈസ് 30 ഡിവൈഡഡ് ബൈ 30 ഡിവൈഡഡ് ബൈ ഇവിടുത്തെ റെസിസ്റ്റൻസ് 10. സോ അത് കിട്ടി 3 ആംപിയർ. ക്ലിയർ? ഓക്കെ ആണോ? അടുത്ത് ഇവിടുത്തെ I3 ഞാൻ കാണാൻ പോവാണ്. I3 വിച്ച് ഈസ് ഈക്വൽ ടു ഇവിടുത്തെ പൊട്ടൻഷ്യൽ 5 ആണ്, ഇത് 0 ആണ്. അപ്പൊ പൊട്ടൻഷ്യൽ ഡിഫറൻസ് 5 ആണ് ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ് 5 ആണ്. കറണ്ട് കിട്ടി 1 ആംപിയർ. അടുത്തത് I4 എഴുതാൻ പോവാണ്. ഇവിടുത്തെ പൊട്ടൻഷ്യൽ 55 ആണ്, ഇത് 0 ആണ്. സോ 55 ഡിവൈഡഡ് ബൈ ഈ ബ്രാഞ്ചിലെ റെസിസ്റ്റൻസ് 10 ആണ്. സോ 5.5 ആംപിയർ എന്ന് കിട്ടി. ഇനി നിങ്ങളൊന്ന് ആലോചിച്ച്, ഈ I1ഉം ഈ I2ഉം ഈ I3യും I4 കൂടെ ഒരു ജംഗ്ഷനിലേക്ക് വന്ന് കമ്പൈൻ ചെയ്തിട്ട് മുകളിലോട്ട് ടോട്ടൽ കറണ്ട് I ആയിട്ട് അങ്ങ് പോകും. I1, I2, I3, I4 ഇതെല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് I ആവും. എന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെ കയറി വീണ്ടും സ്പ്ലിറ്റ് ചെയ്ത് I1, I2, I3 ഇങ്ങനെ വരും. ക്ലിയർ? അപ്പൊ I എത്രയാണ്? I എന്ന് പറഞ്ഞാൽ I1
plus I2 plus I3 plus I4 which is equal to I1 എത്രയാ 3 6 7 7 5 12 12.5 ആൻസർ ഈസ് ഓപ്ഷൻ 2 കറണ്ട് ത്രൂ 25 വോൾട്ട് സെൽ ഇതാ 25 വോൾട്ട് സെൽ കറണ്ട് ത്രൂ 25 വോൾട്ട് സെൽ ഈസ് 12.5 എന്ന് കിട്ടും സോ ആൻസർ ഈസ് ഓപ്ഷൻ 2 വളരെ സിമ്പിൾ ആയിട്ട് എടുക്കാവുന്നതേ ഉള്ളൂ കോൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം അടുത്ത ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത് A particle is projected with a speed 10 meter per second at an angle 60 degree. Projectile motion ആണ് 60 ഡിഗ്രിയിൽ നിങ്ങളൊരു പാർട്ടിക്കിൾ ഇവിടെ നിന്ന് എടുത്ത് പ്രൊജക്റ്റ് ചെയ്തു അല്ലേ സ്പീഡ് 10 ആണ് എറിഞ്ഞ ആംഗിൾ 60 ഡിഗ്രിയാണ് ഓക്കെ വിത്ത് എ ഹൊറിസോണ്ടൽ ഓക്കെ ദെൻ ദ ടൈം ആഫ്റ്റർ വിച്ച് ഇറ്റ്സ് സ്പീഡ് ബിക്കം ഹാഫ് ഓഫ് ഇറ്റ്സ് ഇനിഷ്യൽ സ്പീഡ് എത്ര സമയം കൊണ്ട് സ്പീഡ് ഹാഫ് ആവുന്നു ഇപ്പം നമുക്കൊരു അസംഷൻ എടുക്കാം ഇവിടെ ഒരു പോയിന്റ് എത്തുമ്പോഴാണ് നമുക്കൊരു അസംഷൻ എടുക്കാം ഇവിടെ ഒരു പോയിന്റ് എത്തുമ്പോഴാണ് വെലോസിറ്റി ഹാഫ് ആവുന്നത് ഞാൻ അങ്ങ് അസ്യൂം ചെയ്യുവാണ് അപ്പൊ ഇവിടുത്തെ വെലോസിറ്റി എനിക്ക് അറിയത്തില്ല ഞാൻ വി എന്ന് വിളിക്കും വി അപ്പൊ ഉറപ്പായിട്ട് അതിനൊരു ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഉണ്ടാവുമല്ലോ ഈ ആംഗിൾ നമുക്ക് തീറ്റ എന്ന് എടുക്കാം അപ്പൊ ഇതെന്ന് പറയുന്നത് വി കോസ് തീറ്റ ആണെന്ന് എനിക്ക് മനസ്സിലായി അതേപോലെ ഇതെന്ന് പറയുന്നത് വി സൈൻ തീറ്റയാണ് അതേപോലെ ഈ ആംഗിൾ 60 ആയതുകൊണ്ട് ഇതെന്ന് പറയുന്നത് യു കോസ് 60 ആണ് യു കോസ് 60 ആണ് ഇത് യു സൈൻ 60 ആണ് അതൊന്നും മൈൻഡ് ചെയ്യേണ്ട ഒരു പ്രൊജക്ടൈൽ മോഷന്റെ ബേസിക് കോൺസെപ്റ്റ് എന്താ നമുക്കറിയാം വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ് അതിന്റെ ഹൊറിസോണ്ടൽ കമ്പോണന്റുകൾ എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും കാര്യം ഹൊറിസോണ്ടൽ ഡയറക്ഷൻ ആക്സലറേഷൻ ഇല്ല ആക്സലറേഷൻ അലോങ് എക്സ് ഡയറക്ഷൻ 0 ആണ് സോ എനിക്ക് പറയാം യു കോസ് 60യോട് ആര് ഇക്വലന്റ് ആയിരിക്കണം വി കോസ് തീറ്റ ഇക്വലന്റ് ആയിരിക്കണം ബേസിക് കൺസെപ്റ്റ് ഈ യു കോസ് 60യോട് ഈ കാണുന്ന വി കോസ് തീറ്റ സെയിം ആയിരിക്കണം ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഓൾവേസ് കോൺസ്റ്റന്റ് നമ്മൾ പഠിക്കുന്നുണ്ട് യു 10 ആണ് അപ്പൊ യു 10 ആണ് കോസ് 60 1/2 ആണ് 1/2 which is equal to v into cos v into vക്ക് നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാമല്ലോ ചോദിച്ചിരിക്കുന്നത് എന്താണ് ഇനിഷ്യലി എറിഞ്ഞ സ്പീഡ് 10 ആണ് then time after which speed become half എന്ന് പറഞ്ഞാൽ ഇത് 5 ആവണം അല്ലെ ഇനിഷ്യലി ഉള്ള 10 ആണ് ഇതിപ്പോ 5 ആയിട്ട് മാറണം അപ്പൊ ഈ വി ആരായി 5 into cos തീറ്റ എന്ന് എഴുതാം 5 into cos തീറ്റ മക്കളെ ഇതുകൂടെ കട്ട് ചെയ്യുമ്പോൾ 5 ആടാ 5 പൊക്കോളും അപ്പൊ നമുക്ക് കിട്ടി cos തീറ്റ 1 cos തീറ്റ 1 ആണ് തീറ്റ എത്ര 90 ഡിഗ്രിയാണ് സോറി 0 ഡിഗ്രിയാണ് അല്ലേ 0 ഡിഗ്രിയാണ് cos തീറ്റ അല്ലേ യെസ് അപ്പൊ തീറ്റ നമുക്ക് 0 ഡിഗ്രി എന്ന് കിട്ടി തീറ്റ 0 ഡിഗ്രി ആവുന്ന എപ്പോഴാ തീറ്റ എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഈ ഹൊറിസോണ്ടലായിട്ട് നീക്ക് ചെയ്യുന്ന ആംഗിൾ അത് 0 ആവുന്ന എപ്പോഴാ ടോപ്പ് മോസ്റ്റ് പോയിന്റ് എത്തുമ്പോഴാണ് ഇത് നമ്മുടെ അസംഷൻ മാത്രമായിരുന്നു ടോപ്പ് മോസ്റ്റ് പോയിന്റ് എത്തുമ്പോൾ ഹൊറിസോണ്ടൽ വെലോസിറ്റി മാത്രമേ ഉള്ളൂ ഓൺലി ഹൊറിസോണ്ടൽ വെലോസിറ്റി അവിടെ എത്തുമ്പോഴേ പകുതി ആകത്തുള്ളൂ വെലോസിറ്റി എന്ന കോൺസെപ്റ്റ് നമുക്ക് ഇവിടുന്ന് മനസ്സിലായി അപ്പൊ അതിനെടുക്കുന്ന സമയം എന്ത് എടുത്താൽ മതി നമ്മൾ പ്രൊജക്ടൈലിന്റെ ടൈം ഓഫ് ഫ്ലൈറ്റ് കണ്ടിട്ട് ഒന്നെങ്കിൽ അതിന്റെ പകുതി എടുക്കുക അല്ലെങ്കിൽ ഇത് ടൈം ഓഫ് അസെന്റ് ആണ് അങ്ങനെ വേണമെങ്കിലും എടുക്കുക എങ്ങനെ എടുത്താലും കുഴപ്പമില്ല ഞാൻ ടൈം ഓഫ് ഫ്ലൈറ്റിന്റെ ജനറൽ ഇക്വേഷൻ 2u sin θ by g ആണ് 2u sin θ divided by g അങ്ങനെയാണെങ്കിൽ ടൈം ഓഫ് അസെന്റ് ഇതിന്റെ പകുതി എന്ന് പറയുമ്പോൾ u sin θ by g ആണ് u sin θ by g ആണ് u ഇനിഷ്യൽ വെലോസിറ്റി 10 ആണ് തീറ്റ എത്രയാണ് 60 ആണ് sin 60 എന്ന് പറയുമ്പോൾ √3/2 ആണ് ഡിവൈഡഡ് ബൈ 10 എന്ന് കിട്ടും ഇവിടുന്ന് 10 കട്ട് ചെയ്ത് കളയാം സോ ടൈം ഓഫ് അസെന്റ് കിട്ടി √3/2 ടൈം ഓഫ് അസെന്റ് പകുതി ആവാൻ എടുക്കുന്ന സമയം √3/2 സെക്കൻഡ് ആണ് വളരെ ഈസി ആയിട്ട് ഓപ്ഷൻ എടുക്കാൻ പറ്റും കോൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം യെസ് the ratio of the magnetic induction at the center of the circular coil of radius a and on its axis at a distance equal to the radius will be എന്നാ ചോദിച്ചിരിക്കുന്നത് so magnetic field at the center of the circular coil general equation നമുക്കറിയാം mu0 I divided by 2r ഈ ഇക്വേഷൻ നമുക്ക് അറിയാവുന്നതാണ് സ്ട്രെയിറ്റ് കണ്ടക്ടർ ആണ് mu0 I by 2πr ഒരു സർക്കുലർ കോയിൽ ആണെങ്കിൽ അതിന്റെ എക്സാക്ട് സെന്ററിൽ വരുന്നത് mu0 I by 2r ആണ് സിമിലർലി ഓൺ ദി ആക്സിയൽ ലൈൻ മാഗ്നറ്റിക് ഫീൽഡ് ഓൺ എനി ആക്സിയൽ ലൈൻ വിച്ച് ഈസ് ഈക്വൽ ടു എന്തായിരുന്നു ഇക്വേഷൻ mu0 I divided by 2 into r square plus x square the whole raised to 3/2 into ഇവിടെ ഒരു r square ഉണ്ട് ഓർത്ത് വെക്കുക
ഇവിടെ ഇൻറ്റു ഒരു ആർ സ്ക്വയർ ഉണ്ട്. ആ ഇക്വേഷൻ നിങ്ങൾ തെറ്റിക്കരുത്. അപ്പൊ ഇവരുടെ റേഷ്യോ കാണാനാണ് ചോദിച്ചിരിക്കുന്നത്. പക്ഷെ ഒരു കണ്ടീഷൻ പറയുന്നുണ്ട്, എന്താ? ആൻഡ് ആക്സിസ് അറ്റ് എ ഡിസ്റ്റൻസ് ഈക്വൽ ടു ഇറ്റ്സ് റേഡിയസ് എന്ന് പറയുന്നുണ്ട്. ആക്സിസ് അറ്റ് എ ഡിസ്റ്റൻസ് ഈക്വൽ ടു റേഡിയസ് എന്ന് പറയുമ്പോൾ ഇവിടുത്തെ എക്സ് ആറായിട്ട് മാറി, എക്സ് ഇസ് ഈക്വൽ ടു ആറായിട്ട് മാറി, എക്സ് ആറായിട്ട് മാറണം. അപ്പൊ ചുമ്മാ എക്സിന് ആറെന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. സോ മാഗ്നറ്റിക് ഫീൽഡ് ഓൺ ദി ആക്സിയൽ ലൈൻ വിച്ച് ഈസ് ഈക്വൽ ടു mu 0 I into r square divided by r square. എക്സിന് ആർ എന്ന് കൊടുത്താൽ ആർ സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ 2r സ്ക്വയർ എന്ന് വരും. അപ്പൊ ഇവിടെ പുറത്ത് ഓൾറെഡി ഒരു 2 ഉണ്ട്, ഇൻറ്റു 2r സ്ക്വയർ എന്ന് വരും. ഇവിടെ 2r സ്ക്വയർ വരും, ആർ സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ 2r സ്ക്വയർ ഈ ബ്രാക്കറ്റിനകത്ത് വരും. അപ്പൊ ആദ്യം നിങ്ങൾ 2ന്റെ റേസ് ടു 3/2 എടുക്കുക. അപ്പൊ 2ന്റെ റേസ് ടു 3 എന്ന് പറയുമ്പോൾ 2 into 2 into 2, അതിന്റെ റൂട്ട് എടുക്കുമ്പോൾ 2√2 എന്ന് വരും. അപ്പൊ അത് എടുക്കുമ്പോഴത്തേക്ക് അഗെയിൻ 2√2 എന്ന് വരും. ക്ലിയർ? ഇൻറ്റു ഇവിടെ ഒരു ആർ സ്ക്വയർ ഉണ്ട്, അതിന്റെ റേസ് ടു 3/2 എടുക്കുക. അപ്പൊ അതിന്റെ റേസ് ടു 3/2 എടുക്കുമ്പോൾ ആർ സ്ക്വയറിന്റെ 1/2 എടുക്കുമ്പോഴത്തേക്ക് അത് 6 മാറി അഗെയിൻ ഒരു റേസ് ടു 3 വരും, അഗെയിൻ ഒരു റേസ് ടു 3 വരും. ക്ലിയർ ആണോ? വേറെ വാല്യൂസ് ഒന്നുമില്ലല്ലോ. ക്ലിയർ? അപ്പൊ ഇവിടുന്ന് നമുക്കൊരു ആർ സ്ക്വയറും ഒരു ആർ ക്യൂബൂടെ കട്ട് ചെയ്ത് കളയാം. സോ ബി ആക്സിൽ എനിക്ക് ഫൈനൽ വാല്യൂ കിട്ടും എത്രയാ? mu 0 I divided by 2 into 2 4√2 r എന്ന് കിട്ടി. നമ്മളോട് ചോദിച്ചത് ബി സെന്ററിന്റെയും ആക്സിലിന്റെയും കൂടെ റേഷ്യോ ആണ്. സോ ബി ഓൺ ദി സെന്റർ mu 0 I divided by 2r all divided by on the axial line എന്ന് പറയുന്നത് mu 0 I divided by 4√2 r ആണ്. സോ ഇവിടുന്ന് ഒരു mu 0 I കട്ട് ചെയ്യാം, ആറും കട്ട് ചെയ്യാം. സോ നമുക്ക് എന്നാ കിട്ടും? ഇവിടെ ബൈ 2 ആണ്, ഇത് മോളിൽ പോകും. സോ 4√2/2 ഫൈനൽ ആൻസർ കട്ട് ചെയ്താൽ 2√2 എന്ന് കിട്ടും. ദാറ്റ് ഈസ് 2√2/1 എന്ന് കിട്ടും. 2√2 അല്ലെങ്കിൽ 2√2/1 എന്ന് കിട്ടും. ഡയറക്റ്റ് ഇക്വേഷൻ ആണ്, ഡയറക്റ്റ് റിലേഷൻ ആണ്. ഇക്വേഷൻ പഠിച്ചു വെക്കുന്നവർക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇക്വേഷൻസ് ഒക്കെ പ്രോപ്പർ ആയിട്ട് നമ്മൾ ബൈഹാർട്ട് ചെയ്യണം. ഇക്വേഷൻസ് ചുമ്മാതെ കാണാൻ പഠിച്ചിട്ട് കാര്യമില്ല. ആ ടൈപ്പ് പ്രോബ്ലംസ് പലത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് നമ്മുടെ മനസ്സിലേക്ക് എത്തത്തുള്ളൂ എന്ന കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് ജി ബി ദി ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഓഫ് എർത്ത് സർഫസ്, ദ ഗെയിൻ ഇൻ ദി പൊട്ടൻഷ്യൽ എനർജി of an object of mass m raised from the surface of the earth to a height equal to its radius. ആക്ച്വലി ഇത് ഡയറക്റ്റ് വാല്യൂ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഡയറക്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. എങ്കിലും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പെട്ടെന്ന് ഞാനൊന്ന് പറഞ്ഞുവിടാം, ശ്രദ്ധിച്ചു. ഇപ്പൊ ഇത് എർത്താണ്, എർത്തിന്റെ സർഫസ്, അപ്പൊ സെന്ററിൽ നിന്ന് 6 ഡിസ്റ്റൻസിലാണ്. ഒരു ജനറൽ ഇക്വേഷൻ എന്താ? ജനറൽ ഇക്വേഷൻ പൊട്ടൻഷ്യൽ എനർജിയുടെ ജനറൽ ഇക്വേഷൻ എന്താ? -GM ഡിവൈഡഡ് ബൈ സ്മോൾ ആർ ആണ്. അറ്റ് എനി ഡിസ്റ്റൻസ് ആറിന്റെ ഇക്വേഷൻ ആണിത്. അത് എർത്തിന്റെ സർഫസിലാകുമ്പോൾ, ഇപ്പൊ ഫസ്റ്റ് ഇനിഷ്യലി അവൻ ഇവിടെ ആയിരിക്കുന്നത് എർത്തിന്റെ സർഫസിലാണ്. അപ്പൊ എർത്തിന്റെ സർഫസിലാകുമ്പോൾ സ്മോൾ ആർ എന്നുള്ളത് ക്യാപിറ്റൽ ആർ റേഡിയസ് ആയിട്ട് മാറി. സോ യു ഇനീഷ്യൽ നമുക്ക് അങ്ങനെ എടുക്കാം, വിച്ച് ഈസ് ഈക്വൽ ടു -GM ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ ആർ എന്ന്. ഇനി എന്നിട്ട് അവരെന്താ പറഞ്ഞിരിക്കുന്നത്? പൊട്ടൻഷ്യൽ എനർജി ആൻഡ് ഒബ്ജക്ട് മാസ് എം റേസ്ഡ് ഫ്രം ദ സർഫസ് ഓഫ് എർത്ത് അറ്റ് എ ഹൈറ്റ് ഈക്വൽ ടു റേഡിയസ്. അതായത് നിങ്ങൾ ഇവിടുന്ന് ഒരു പർട്ടിക്കുലർ ഹൈറ്റിലോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഈ ഹൈറ്റ് എന്തിന് ഇക്വലന്റ് ആണ്? റേഡിയസിന് ഇക്വലന്റ് ആണ്. റൈറ്റ് നൗ ഇത് ഇവിടെ എത്തി. അപ്പൊ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ r+r. സർഫസിൽ ഇരിക്കുമ്പോഴേ ഓൾറെഡി -GM/r ഉണ്ട്. ഈ ഡിസ്റ്റൻസിലേക്ക് എത്തുമ്പോൾ നമ്മളുടെ ഇവിടെ ഈ കേസിൽ ഈ കാണുന്ന ഡിസ്റ്റൻസ് സ്മോൾ ആർ എന്നുള്ളത് ക്യാപിറ്റൽ ആർ ആയെങ്കിൽ ഹൈറ്റിൽ പോയപ്പോഴത്തേക്ക് സ്മോൾ ആർ എന്നുള്ളത് 2r ആയിട്ട് മാറി. അപ്പൊ ഇക്വേഷൻ എന്ത് വരും? യു ഫൈനൽ വിച്ച് ഈസ് ഈക്വൽ ടു -GM ഡിവൈഡഡ് ബൈ 2r വന്നത് മനസ്സിലായെന്ന് വിചാരിക്കും. സോ നമ്മളോട് ചോദിച്ചത് എന്താ? ഗെയിൻ അല്ലേ? ഗെയിൻ ആണ്, ലോസ് ആണ്. എന്താ ചോദിച്ചത്? ദ ഗെയിൻ ഇൻ ദ പൊട്ടൻഷ്യൽ എനർജി. എച്ച് ഹൈറ്റിൽ പോകുമ്പോഴത്തേക്ക് ഗെയിൻ ഇൻ ദ പൊട്ടൻഷ്യൽ എനർജി. സോ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി എടുത്താൽ മതി, വിച്ച് ഈസ് ഈക്വൽ ടു യു ഫൈനൽ മൈനസ് യു ഇനിഷ്യൽ എടുത്താൽ മതി. കോമൺ ആയിട്ട് രണ്ടിടത്തുനിന്നും കോമൺ ആയിട്ട് -GM/r ഇങ്ങനെ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കാം. യു ഫൈനൽ ഇതാണ്, മൈനസ് ഇനിഷ്യൽ ആണ്. അപ്പൊ എല്ലായിടത്തും -GM/r കോമൺ ആയിട്ട് ഇങ്ങനെ പുറത്തെടുത്താൽ -GM ഡിവൈഡഡ് ബൈ r കോമൺ ആയിട്ട് പുറത്തെടുത്താൽ എന്ത് വരും? ഇതാണ് ഫൈനൽ. അത് 1/2 ഉണ്ട്, മൈനസ് ഇനിഷ്യൽ 1 ആണ്. അപ്പം 1/2
-1 എന്ന് കിട്ടും. 1/2 -1 അഗെയിൻ ഇവിടെ ഒരു -1/2 കിട്ടും. -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസും പ്ലസ് ആയി. സോ GMM/R എന്ന് കിട്ടും. GMM/2R എന്ന് കിട്ടും അല്ലെ. 1/2 -1 എന്നാൽ -1/2 മൈനസ് പ്ലസ് ആയി ഇവിടെ ഒരു 2 ഉണ്ട്, അത് ഇതിന്റെ കൂടെ എഴുതി വെച്ചു. ഇനി നമുക്കറിയാം ഇതിനകത്ത് സ്മോൾ ലെറ്റർ ജിയിലാണ്, ഡയറക്റ്റ് റിലേഷൻ ആണ്. നമുക്കറിയാം ജി എന്ന് പറയുന്നത് GM/R² ആണ്. അപ്പൊ ഈ GM-ന് എന്ത് കൊടുക്കുക? GR² സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ക്യാപിറ്റൽ GM-ന് GR² സബ്സ്റ്റിറ്റ്യൂട്ട്. അപ്പൊ ഇവിടുത്തെ GM-ന് GR² സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ GR² × M / 2R. ഇവിടുന്ന് ഒരു ആറും കട്ട് ചെയ്യാം. സോ ഫൈനൽ ആൻസർ ഇവിടുത്തെ ഗെയിൻ എന്ന് പറയുന്നത് MGR/2 അല്ലെ. അങ്ങനെയല്ലേ എഴുതാറ് സാധാരണ, MGR/2. ആക്ച്വലി ഇതൊക്കെ നമ്മൾ ഡയറക്റ്റ് പഠിച്ചു വെക്കുന്ന വാല്യൂസ് ആണ്. അതായത് എർത്തിന്റെ സർഫസിൽ നിന്ന് R ഹൈറ്റിലേക്ക്, അതായത് റേഡിയസിന്റെ അതേ ഹൈറ്റിലേക്ക് കൊണ്ടുപോയാൽ അവിടുത്തെ ഗെയിൻ പൊട്ടൻഷ്യൽ എനർജി MGR/2 ആണ്. ഓപ്ഷൻ 1 ആണ്. ഇത് വളരെ കാര്യമായിട്ട് ഗ്രാവിറ്റേഷൻ ഇൻ ഡെപ്തിൽ കൺസെപ്റ്റ് മനസ്സിലാക്കി പഠിച്ചൊരു കുട്ടി ഈ പ്രോബ്ലം പോലും ചെയ്യാൻ നിൽക്കില്ല. ക്വസ്റ്റ്യൻ കാണുമ്പോഴേ ഇതാണ് ഓപ്ഷൻ എന്ന് പറയും. ഉറപ്പായിട്ടും പറയാൻ പറ്റും. കാര്യം അത്രയും പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവും ആ കുട്ടികൾ. സോ അവരത് ഫാസ്റ്റ് ആയിട്ട് ചെയ്യും. അപ്പൊ നമ്മളും അതിലേക്ക് എത്തുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. The length of the copper wire increased by 0.01 meter when loaded with 10 kg weight. Another copper wire. അപ്പൊ നമുക്ക് മനസ്സിലായി ഇതും കോപ്പർ വയർ ആണ്, ഇതും കോപ്പർ വയർ ആണ്. അപ്പൊ കോപ്പർ വയർ ആകുമ്പം സെയിം മെറ്റീരിയൽ ആണ്, യങ്സ് മോഡുലസ് കോൺസ്റ്റന്റ് ആണെന്ന് അവിടെ നിന്ന് കിട്ടും. ഓഫ് ദ സെയിം ലെങ്ത് ബട്ട് ഡബിൾ ദ റേഡിയസ്. അതായത് ഒന്നാമത്തെ വയർ ഇതാ, സെയിം ലെങ്ത് ആണ്. അടുത്ത ആളുടേത് ഡബിൾ ദ റേഡിയസ് ആണ്, റേഡിയസ് ഡബിൾ ആയി, പക്ഷെ ലെങ്ത് സെയിം ആണെന്ന് മനസ്സിലാക്കുക. എന്നിട്ട് എന്താ ചെയ്തത്? റേഡിയസ് ഈസ് ലോഡഡ് വിത്ത് സെയിം വെയിറ്റ്. രണ്ടിലും അറ്റാച്ച് ചെയ്തുകൊണ്ട് വെച്ച വെയിറ്റ് സെയിം ആണ്. പക്ഷെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് എന്താ? ഇവന്റെ റേഡിയസ് R ആണെങ്കിൽ ഇവന്റെ റേഡിയസ് 2R ആണ്. അപ്പൊ ഇവന്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ A ആണെങ്കിൽ ഇവന്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ 4A ആകണം. കാര്യം ഏരിയ എന്ന് പറഞ്ഞാൽ πr². ഇവിടെ πr², ഇവിടെ π2r ദ ഹോൾ സ്ക്വയർ. ഇപ്പൊ 2r² എന്ന് പറയുമ്പോൾ 4r². അപ്പൊ 4 × πr². അപ്പൊ 4 × A എന്ന് കിട്ടും ഡയറക്റ്റ്. അപ്പൊ ഇവന്റെ ഏരിയ ആണെങ്കിൽ ഇവന്റെ ഏരിയ 4A ആണെന്ന കോൺസെപ്റ്റ് അറിഞ്ഞിരിക്കുക. ദ ഇൻക്രീസ് ഇൻ ലെങ്ത് ഇൻ ദ സെക്കൻഡ് വയർ. അപ്പൊ നമുക്ക് മനസ്സിലായി ഇവരുടെ രണ്ടുപേരുടെ യങ്സ് മോഡുലസ് സെയിം ആണ്. അത് നിങ്ങൾ അറിഞ്ഞിരിക്കുക. യങ്സ് മോഡുലസിന്റെ ഇക്വേഷൻ എന്താ? യങ്സ് മോഡുലസ് സ്ട്രെസ് ബൈ സ്ട്രെയിൻ ആണ്. സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ബൈ ഏരിയ ഡിവൈഡഡ് ബൈ സ്ട്രെയിൻ എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത്. അല്ലെങ്കിൽ ഡയറക്റ്റ് ഇക്വേഷൻ. നമ്മൾ എക്സാം ഹാളിൽ ഇപ്പോൾ ഈ ഇക്വേഷൻ ഒന്നും ഇങ്ങനെ എഴുതാൻ നിൽക്കില്ല. നമ്മൾ ഡയറക്റ്റ് എഴുതും FL / A∆L. ഇതൊക്കെ പഠിച്ചു വെക്കാവുന്നതേ ഉള്ളൂ. റിലേഷനൊക്കെ വളരെ ഡയറക്റ്റ് ചെയ്യാവുന്ന ടൈപ്പ് ക്വസ്റ്റൻ ആണ്. അപ്പൊ യങ്സ് മോഡുലസ് സെയിം ആണ്. അപ്പൊ ഒന്നാമത്തെ വയറിന്റെ യങ്സ് മോഡുലസ് ഞാൻ Y1 എന്ന് വിളിച്ചു, രണ്ടാമത്തെ വയറിന്റെ യങ്സ് മോഡുലസ് Y2 എന്ന് വിളിച്ചു. അതായത് Y1 = Y2 ആണ്. ചുമ്മാ ഡയറക്റ്റ് റിലേഷൻ ആണ്, റേഷ്യോ എടുക്കേണ്ട കാര്യമേ ഉള്ളൂ. Y1 = Y2 ആണെന്ന് എനിക്കറിയാം. Y1 എന്താ? FL / A∆L. FL / A∆L. രണ്ടാമത്തെ ആളും FL / A∆L ആണ്. നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് ഇതെല്ലാം ഇങ്ങനെ തന്നെ എഴുതി പോകുന്നത്. നമുക്കറിയാം F എന്ന് പറഞ്ഞാൽ ഇതിൽ അറ്റാച്ച് ചെയ്യുന്ന വെയിറ്റ് ആണ്. അത് സെയിം ആയിരുന്നു, കട്ട് ചെയ്യും. ലെങ്ത് എന്ന് പറയുന്നത് രണ്ടുപേരുടെ ലെങ്ത് സെയിം ആണെന്ന് നമ്മൾ ഓൾറെഡി പ്രോബ്ലത്തിൽ പറയുന്നുണ്ട്. അപ്പൊ അതും കട്ട് ചെയ്ത് കളയാം. പക്ഷെ ഇവന്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ A ആയിരുന്നു, ഇവന്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ 4A ആണ് അല്ലേ. ഇവന്റെ ചേഞ്ച് ഇൻ ലെങ്ത് ∆L1 എന്ന് വിളിച്ചു, ഇവന്റെ ചേഞ്ച് ഇൻ ലെങ്ത് ആണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത്. ക്ലിയർ? അപ്പൊ എനിക്ക് ഇവിടുന്ന് എഴുതാം എന്താ? ∆L2 / ∆L1 അല്ലെ. ∆L2 / ∆L1. ഇവിടുന്ന് ഒരു എയും കട്ട് ചെയ്യാൻ. ∆L2 / ∆L1 എന്ന് പറയുന്നത് 1/4 ആണ്. സോ വിച്ച് ഇംപ്ലൈസ് നമ്മളോട് ചോദിച്ചത് ∆L2. രണ്ടാമത്തേതിൻ്റെ അത് കാണാനാണ് ചോദിച്ചത്. ∆L1/4. ∆L1 / 4. ∆L1 എത്രയാ? ∆L1 0.01 ആണ്. 0.01 ഡിവൈഡഡ് ബൈ 4. 1/4 എന്ന് പറഞ്ഞാൽ 0.25 ആണ്. 0.25 അഗെയിൻ 0.01 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 0.0025 എന്ന് കിട്ടണം. 0.0025 ഓപ്ഷൻ 3. ക്ലിയർ? ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ ആണോ? പക്കയാണോ? പിന്നെ കഴിഞ്ഞ ദിവസങ്ങളിലെ ക്ലാസ് ഒക്കെ കണ്ടവർക്ക് അറിയാം, ഇതിനു മുമ്പൊക്കെ എൻ്റെ റെഗുലർ ക്ലാസ് കാണുന്നവർക്കറിയാം ഞാൻ കുറച്ചുകൂടെ ബഹളം വെച്ചു ആക്റ്റീവായിട്ടാണ് ക്ലാസ് എടുക്കാറ്. ചെറിയൊരു ഫീവർ അടിച്ചിട്ട് നല്ല
ക്ഷീണമാണ്. പക്ഷെ എക്സാമിന് പറഞ്ഞ നമ്മൾ എക്സാം നടത്തും വീഡിയോ അപ്ലോഡ് ചെയ്യുമെന്ന് പറഞ്ഞാൽ അത് ചെയ്തിരിക്കണമല്ലോ, പറഞ്ഞാൽ ബാക്കി നിന്ന് മാറാൻ പാടില്ലെന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ക്ലാസ് എടുക്കാമെന്ന് തീരുമാനിച്ച ചെറിയൊരു ക്ഷീണമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്തേക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. എന്താ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്? ക്വസ്റ്റ്യൻ നമ്പർ 15. 3 particles each of mass m are situated at vertices of an equilateral triangle ABC of side. The moment of inertia of the system about a line AX perpendicular to the line AB. നമുക്ക് മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദ സിസ്റ്റം ആണ് കാണേണ്ടത്, എബൌട്ട് ലൈൻ AX ആണ്. മൊമെന്റ് ഓഫ് ഇനർഷ്യ കാണാനുള്ള ജനറൽ ഇക്വേഷൻ എന്താ? മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്ന് പറയുന്നത് മാസ് ഇൻറ്റു ഡിസ്റ്റൻസ് സ്ക്വയർ ആണ്. അപ്പം ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ മാസിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എടുക്കണം നമുക്കറിയാം. അപ്പോൾ ഇവിടുത്തെ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദ സിസ്റ്റം, ആ സിസ്റ്റത്തിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ കാണാൻ പോവാം. ഒന്നാമത്തെ മാസ് ആക്സിസിൽ തന്നെയാണ് ഇരിക്കുന്നത്, ഡിസ്റ്റൻസ് ഇല്ല, അപ്പൊ അത് 0 ആയി. രണ്ടാമത്തെ മാസ് ആക്സിസിന്ന്, കാര്യം വിത്ത് റെസ്പെക്ട് ടു AX ആണ് നമുക്ക് വേണ്ടത്. അപ്പൊ AX എന്ന് പറയുന്ന ആക്സിസിൽ നിന്ന് L ലെങ്തിലാണ്. സോ മാസ് M ആണ്, ഡിസ്റ്റൻസ് L ആണ്. സോ ML സ്ക്വയർ പ്ലസ് തേർഡ് മാസ് ഇരിക്കുന്നത് ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ കോർണറിൽ, ഈ ടോപ്പ് കോർണറിലാണ് നമുക്കറിയാം. അപ്പൊ ഈ കാണുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് L/2 ആണ് അല്ലേ? ഈ കാണുന്ന ഡിസ്റ്റൻസ് L/2 ആണ് വരുന്നത്. സോ മാസ് M ആണ്, ഡിസ്റ്റൻസ് L/2ന്റെ സ്ക്വയർ എന്ന് വരും. സോ ഇക്വേഷൻ എന്ത് വരും? ML സ്ക്വയർ പ്ലസ് ML സ്ക്വയർ ബൈ 4 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 5ml സ്ക്വയർ ഡിവൈഡഡ് ബൈ 4 എന്ന് കിട്ടും. 5ml സ്ക്വയർ ഡിവൈഡഡ് ബൈ 4. ഓപ്ഷൻ 3 വളരെ ഈസി ആയിട്ട് എടുക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. വലിയ കോൺസെപ്റ്റ് ഒന്നും ഇല്ല, വളരെ സിമ്പിൾ കോൺസെപ്റ്റ് ആണ്. അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. വേവ് ഒപ്റ്റിക്സിൽ നിന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻ അൺപോളറൈസ്ഡ് ലൈറ്റ് ബീം സ്ട്രൈക്സ് എ ഗ്ലാസ് സർഫസ് അറ്റ് ബ്രൂസ്റ്റേഴ്സ് ആംഗിൾ. ദെൻ ബ്രൂസ്റ്റേഴ്സ് ലോയുടെ കോൺസെപ്റ്റ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഒരു റേ ഓഫ് ലൈറ്റ്, ഒരു അൺപോളറൈസ്ഡ് റേ ഓഫ് ലൈറ്റ് റെയറർ മീഡിയത്തിൽ നിന്ന് ഡെൻസർ മീഡിയത്തിലേക്ക് മൂവ് ചെയ്യുന്നു. അപ്പം റെയറർ ടു ഡെൻസർ വരുമ്പം നമുക്കറിയാം ഇത് ഇൻസിഡന്റ് റേ ആണ്. അപ്പൊ എന്താ സംഭവിക്കുന്നത്? അവിടെ പാർഷ്യലി റിഫ്ലക്ട് ചെയ്യുകയും അതേപോലെ പാർഷ്യലി ലൈറ്റ് റിഫ്രാക്ട് ചെയ്യുകയും ചെയ്യും. ഈ കോൺസെപ്റ്റ് നമുക്കറിയാം. ഇനിയും ഇതിന്റെ ബ്രൂസ്റ്റേഴ്സ് ലോ പറയുന്ന ബേസിക് കോൺസെപ്റ്റ് എന്താ? വന്ന് വീഴുന്ന ഇൻസിഡന്റ് ആംഗിൾ നമുക്ക് I എന്ന് എടുക്കാം. വന്ന് വീഴുന്ന ഇൻസിഡന്റ് ആംഗിൾ ഞാൻ I എന്ന് അസ്യൂം ചെയ്യുന്നു. ഇവിടുത്തെ റിഫ്രാക്റ്റഡ് ആംഗിൾ R ആണ്. സോ നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇവിടുന്ന് പറയാൻ പറ്റും. ഈ വന്ന് വീഴുന്ന ഇൻസിഡന്റ് ആംഗിൾ I എന്ന് പറയുന്നത് ബ്രൂസ്റ്റേഴ്സ് ആംഗിളിനോട് ഈക്വൽ ആണെങ്കിൽ ആംഗിൾ ബിറ്റ്വീൻ ഈ കാണുന്ന റേ, ഞാൻ ഈ കാണുന്ന റേനെ ഇപ്പം ഈ പോയിന്റ് O ആണ്, ഇത് A എന്നും ഇത് B എന്നും വിളിച്ചു. വന്ന് വീഴുന്ന ആംഗിള് ബ്രൂസ്റ്റേഴ്സ് ആംഗിളിനോട് ഈക്വൽ ആണെങ്കിൽ റേ OB, അതായത് റിഫ്ലക്റ്റഡ് റേയും ഈ റിഫ്രാക്റ്റഡ് റേയും തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും അല്ലെ? ഇവര് തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ 90 ഡിഗ്രീസ് ആയിരിക്കും. ബേസിക് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. അപ്പൊ അവിടുന്ന് നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം. ഇവിടെ ഈ പ്രോബ്ലം ചെയ്യാൻ അതൊന്നും അറിയേണ്ട കാര്യമില്ല, ജസ്റ്റ് ഈ ലോ പറയുന്നത് കൊണ്ട് ജസ്റ്റ് പറയുന്നതേ ഉള്ളൂ. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദി റെയറർ മീഡിയം വിത്ത് റെസ്പെക്ട് ടു ദി ഡെൻസർ മീഡിയം മ്യൂ അല്ലെങ്കിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് N എന്ന് പറയുന്നത് tan IB ആയിരിക്കും. ഒന്നുമില്ല, നമുക്കറിയാം സൈൻ ഓഫ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ടു ദി സൈൻ ഓഫ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ആണ്. അപ്പൊ ഇവിടെ റിഫ്രാക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ടോട്ടൽ 180 ആണ്. അപ്പൊ ഇവിടുന്ന് 90 കാൽക്കുലേറ്റ് ചെയ്ത് ഇവിടെ കോസ് എന്ന് അഗെയിൻ കിട്ടും. അപ്പൊ സൈൻ ബൈ കോസ് ടാൻ എന്ന് കിട്ടും. അങ്ങനെയാണ് ഈ റിലേഷൻ കിട്ടുന്നത്. അത് നിങ്ങൾ ഓൾറെഡി ഡയറക്റ്റ് പഠിച്ചിട്ടുള്ളതാണ്. നമുക്കിത് ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻസ് ആണ്. പക്ഷെ നമ്മൾക്ക് ഈ ക്വസ്റ്റ്യൻ ചോദിച്ച് വെച്ചിട്ട് വളരെ ബേസിക് ആയിട്ടുള്ള തിയറി മാത്രം മതി. ഒരു അൺപോളറൈസ്ഡ് ലൈറ്റ് വന്ന് വീണാൽ പാർഷ്യലി റിഫ്ലക്ഷനും ഉണ്ട്, റിഫ്രാക്ഷനും ഉണ്ട്. ഇവർ തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രി ആണ്. ആ കോൺസെപ്റ്റ് ഒക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക. പക്ഷെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യമാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ 4th ഓപ്ഷൻ ആണ്. ദ റിഫ്ലക്റ്റഡ് ലൈറ്റ് വിൽ കംപ്ലീറ്റ്ലി പോളറൈസ്ഡ്. ഈ റിഫ്ലക്റ്റഡ് ലൈറ്റ് OB ഇതെന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി പോളറൈസ്ഡ് ആയിരിക്കും. കംപ്ലീറ്റ്ലി പോളറൈസ്ഡും ഇവൻ പാർഷ്യലി പോളറൈസ്ഡ് ആയിരിക്കും. പാർഷ്യലി പോളറൈസ്ഡ്.
NCERT-യിൽ ഇങ്ങനെ തന്നെയാണ് എഴുതി വെച്ചിരിക്കുന്നത്, റിഫ്ലക്റ്റഡ് ലൈറ്റ് കംപ്ലീറ്റ്ലി പോളറൈസ്ഡ് വിത്ത് ഡോട്ട് കോമ്പണൻസ്. ഇങ്ങനെ ഡോട്ട് കോമ്പണൻസ് ആയിരിക്കും. ഇവിടെ ഡോട്ട് കോമ്പണൻസും അതേപോലെ തന്നെ ലൈൻ കോമ്പണൻസും ഉണ്ടെന്നാണ് NCERT-യിലുള്ള ഡയലോഗാണിത്. അപ്പൊ ഇത് നിങ്ങൾ എന്തായാലും വായിച്ചിട്ടുണ്ടാവുന്നതാണ്, ബേസിക് ആണ്. സോ വളരെ ഈസി ആയിട്ട് ഓപ്ഷൻ 4 നമുക്ക് പിക്ക് ചെയ്യാവുന്നതാണ്. കോൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. The value of gamma Cp/Cv for a gaseous mixture consists of 2 mole of oxygen. മക്കളെ, ഓക്സിജൻ, അപ്പൊ അത് ഡയാറ്റോമിക് ആണ്. 2 mole of oxygen and 3 mole of helium. 3 mole of helium, അപ്പൊ അത് മോണോ അറ്റോമിക് ആണ്. The gases are assumed to be ideal. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഗാമയുടെ വാല്യൂ ആണ്. ഗാമ ഈക്വൽ ടു N1 Cp1 പ്ലസ് N2 Cp2 ഡിവൈഡഡ് ബൈ N1 Cv1 പ്ലസ് N2 Cv2. നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. ഈ ഇക്വേഷൻ നിങ്ങൾ ഡയറക്റ്റ് പഠിച്ചിട്ടുള്ളവരാണ്. N1 എത്രയാണ് മക്കളെ? N1 എന്ന് പറയുന്നത് 2 ഇൻറ്റു Cp1, Cp2, Cv1, Cv2 വാല്യൂസ് നമുക്കറിയാം. Cp1 എന്ന് പറയുമ്പോൾ 7R/2 ആണ് അല്ലേ, പ്ലസ് N2 എന്ന് പറഞ്ഞാൽ 3 ആണ്, ഇൻറ്റു 5R/2 ഹോൾ ഡിവൈഡഡ് ബൈ അഗെയിൻ N1 2 ഇൻറ്റു 5R/2 പ്ലസ് 3 ഇൻറ്റു 3R/2. ഇത് ഡൗട്ട് ഉള്ളവർ ഈ വാല്യൂസിൽ ഡൗട്ട് വരുന്നവർ ഏത് ഇക്വേഷൻ ഉപയോഗിക്കുക? മേയേഴ്സ് റിലേഷൻ. Cp മൈനസ് Cv എന്ന് പറയുന്നത് R ആണ്. അപ്പൊ ഇവിടുന്ന് Cp ഈക്വൽ ടു R പ്ലസ് Cv, ഈ റിലേഷൻ വെച്ചിട്ടാണ്, ഈ റിലേഷൻ ഒക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഈ വാല്യൂസും നിങ്ങൾക്ക് എന്തായാലും അറിയാവുന്നതായിരിക്കും, അതിനകത്ത് യാതൊരു പ്രശ്നമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷെ ബട്ട് സ്റ്റിൽ ഈ വാല്യൂസ് അറിഞ്ഞിരിക്കുക. ക്ലിയർ? ഇത് ഡയാറ്റോമിക്കും ഇത് മോണോ അറ്റോമിക്കിനുമാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ കോൺസെപ്റ്റ് ഒക്കെ നിങ്ങൾക്ക് ഓൾറെഡി വളരെ ഈസി ആയിട്ട് അറിയാവുന്ന കാര്യങ്ങളാണ്. വിച്ച് ഇസ് ഈക്വൽ ടു, അപ്പോൾ ഇവിടുന്ന് നിങ്ങൾക്ക് കോമൺ ആയിട്ടുള്ള വാല്യൂസ് കട്ട് ചെയ്ത് കളയാം. അത് നിങ്ങൾ ജസ്റ്റ് കട്ട് ചെയ്ത് നോക്കിയാൽ മതി. നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 29/19 ആണ്. ഡയറക്റ്റ് വാല്യൂസ് കട്ട് ചെയ്ത് ഇവിടെ 6 എല്ലാം കട്ടായി പോകും, ഈ ഡിനോമിനേറ്റർ കിടന്ന 2 എല്ലാം പോകും, ജസ്റ്റ് നമ്പേഴ്സേ വരുന്നുള്ളൂ. ആൻസർ വളരെ ഈസി ആയിട്ട് കിട്ടും. 29/19 വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. കോൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 18 എന്താ ചോദിച്ചിരിക്കുന്നത്? 2 men of masses m and m/2 starts climbing up on 2 massless strings fixed at ceiling with an acceleration g and g/2 respectively. നമ്മൾ മങ്കി പ്രോബ്ലം ഒക്കെ പഠിക്കുന്നതാണ്. ജസ്റ്റ് മാസിന് മാറ്റം ഉണ്ടെന്നേ ഉള്ളൂ, മങ്കിക്ക് പകരം മാൻ ആണെന്നേ ഉള്ളൂ, വേറെ കാര്യമൊന്നുമില്ല. ഒന്നാമത്തെ കേസിൽ 2 men of mass, ഒന്നാമത്തെ ആളുടെ മാസ് m ആണ്. അപ്പൊ ഞാൻ ഇത് ഒരാളാണെന്ന് നിങ്ങൾ അസ്യൂം ചെയ്യുക. അയാളുടെ മാസ് m ആണ്. അയാൾ മുകളിലോട്ട് ആക്സിലറേറ്റ് ചെയ്യുന്നത് വിത്ത് ആൻ ആക്സിലറേഷൻ g ആണ്. ഇനി രണ്ടാമത്തെ കേസിൽ ഇത് ഒരാളാണെന്ന് നിങ്ങൾ അങ്ങ് സ്വപ്നം കണ്ടാൽ മതി. ആളാണ്, അയാളുടെ മാസ് m/2 ആണ്. അവൻ ആക്സിലറേറ്റ് ചെയ്യുന്നത് വിത്ത് ആൻ ആക്സിലറേഷൻ g/2 ആണ്. അത് അപ്വേർഡ് തന്നെയാണ് അല്ലെ, വിത്ത് ആൻ ആക്സിലറേഷൻ g/2. ദെൻ ദ റേഷ്യോ ഓഫ് ദ ടെൻഷൻ എന്നാണ് ചോദിച്ചത്. മക്കൾ ഇവിടെ ശ്രദ്ധിച്ചിരിക്കണം. നമുക്കറിയാം ഇവിടെ ആക്ട് ചെയ്യുന്ന വാല്യൂ ഫോഴ്സ് ആണ് ടെൻഷൻ, ഇവിടെ ആക്ട് ചെയ്യുന്നത് ടെൻഷൻ ആണ്. ഇവിടെ ഡൗൺവേർഡ് ഇവന്റെ വെയിറ്റ് mg ഉണ്ട്, ഇവിടെ ഡൗൺവേർഡ് ഇവന്റെ വെയിറ്റ് എന്ന് പറയുന്നത് m/2g ആയിരിക്കും. പക്ഷെ നമ്മൾ ഇതൊന്നും നോക്കട്ടെ, നമുക്ക് ഡയറക്റ്റ് റിലേഷൻ അറിയാം. ഒരാൾ റോപ്പയിൽ ആക്സിലറേറ്റ് ചെയ്താൽ, ആക്സിലറേറ്റിംഗ് അപ്പ് ആണെങ്കിൽ ടെൻഷൻ കാണാനുള്ള ഇക്വേഷൻ ആണ് m/g+a. ഇത് ഡയറക്റ്റ് റിലേഷൻ ഉണ്ടെങ്കിൽ ആക്സിലറേറ്റിംഗ് അപ്പ് ആണെങ്കിൽ m/g+a, ഡൗൺ ആണെങ്കിൽ m/g-a. മങ്കി പ്രോബ്ലത്തിൽ പഠിക്കുന്നതാണ്. ഇപ്പൊ ഫസ്റ്റ് കേസിലെ ടെൻഷൻ നമുക്ക് T1 എന്ന് വിളിക്കാം. മാസ് m ആണ്, ഇൻറ്റു g+a എന്ന് പറഞ്ഞാൽ g തന്നെയാണ്. സോ ഇത് 2mg എന്ന് കിട്ടും. രണ്ടാമത്തെ കേസിലെ ടെൻഷനെ നമുക്ക് T2 എന്ന് വിളിക്കാം, വിച്ച് ഇസ് ഈക്വൽ ടു മാസ് m/2 ആണ്, ആക്സിലറേഷൻ ഇത് g പ്ലസ് ആക്സിലറേഷൻ g/2 ആണ്. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2g പ്ലസ് g 3g/2. ഇപ്പൊ 2 × 2 ഡിനോമിനേറ്ററിൽ അഗെയിൻ 4 വരും. സോ 3mg/4 എന്ന് കിട്ടും. ക്ലിയർ?
ഇപ്പൊ T1/T2 എടുക്കാം. T1/T2 ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ ചോദിച്ചത്. ഇവിടുന്ന് mg ക്യാൻസൽ ആയപ്പോൾ 2/3/4. 2/3/4 പകരം 4/3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ദാറ്റ് ഈസ് ഈക്വൽ ടു 8/3 എന്ന് കിട്ടും. വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാം. 8:3. 8:3. ഓപ്ഷൻ 4 എടുക്കാവുന്നതേ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. യെസ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ശ്രദ്ധിച്ചിരിക്കണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. EM വേവ് എന്നുള്ള ഡയറക്റ്റ് വാല്യൂ അപ്ലൈ ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ആണ്. ഇൻ ആൻ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ദ ഇലക്ട്രിക് ഫീൽഡ് ഓസിലേറ്റ് സൈനസോയിഡലി വിത്ത് ആംപ്ലിറ്റ്യൂഡ്. ഇലക്ട്രിക് ഫീൽഡിന്റെ ആംപ്ലിറ്റ്യൂഡ് തന്നിട്ടുണ്ട്. അതായത് നമുക്ക് E0 തന്നിട്ടുണ്ട്, which is equal to 48. RMS value of oscillating magnetic field will be RMS value of oscillating magnetic field. അതായത് B0യുടെ മാഗ്നറ്റിക് ഫീൽഡിന്റെ RMS കാണാനാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാവുന്ന റിലേഷൻ എന്താ? C ഈക്വൽ ടു E0/B0. നമുക്കറിയാവുന്ന ഒരു റിലേഷനാണ് ഇത്. ഡയറക്റ്റ് നിങ്ങൾ അവിടെ പഠിക്കുന്നതാണ്. C ഈക്വൽ ടു E0/B0. ഇവിടുന്ന് എനിക്ക് B0 എഴുതാം. B0 which is equal to E0/C. E0 നമുക്കുണ്ട് 48 ഡിവൈഡഡ് ബൈ C സ്പീഡ് ഓഫ് ലൈറ്റ് ആണ്. 3 × 10⁸ ആണ്. നമുക്ക് ഇവനെ കൂടെ കട്ട് ചെയ്യാം. കട്ട് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 16 എന്ന് കിട്ടും അല്ലേ? 16 32 48. യെസ്. അപ്പോൾ നമുക്ക് ഫൈനൽ വാല്യൂ B0 കിട്ടി 16 × 10⁻⁻8 എന്ന് കിട്ടും. ഈ കിട്ടിയത് B0 ആണ്. ചോദിച്ചത് B0 ആണോ? അല്ല, നമ്മളോട് ചോദിച്ചത് അവന്റെ RMS വാല്യൂ ആണ്. സോ BRMS ഈക്വൽ ടു B0/√2 which is equal to B0 എത്രയാണ്? 16 × 10⁻⁻8 ഡിവൈഡഡ് ബൈ √2. മക്കളുടെ 16/√2. √2 എന്ന് പറയുമ്പോൾ 1.414. 1 പോയിന്റ്. അപ്പൊ 16/1 വരുമ്പോൾ 16. 1.414 എന്ന് പറയുമ്പോൾ 0.4 ആണ് വരുന്നത്. അപ്രോക്സിമേറ്റ് എന്ന് പറയുന്നത് 11.3 അല്ലേ? പോയിന്റ് സംതിങ് 11.3 × 10⁻11.3 × 10⁻8 ടെസ്ല. വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ 4 വളരെ ഈസി ആയിട്ട് എടുക്കാൻ പറ്റും. കോൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. Time period of an oscillation of a surface of small drop of liquid depends on density rho, radius r and surface tension s. ഇത് ടൈം പീരീഡിന് ഡെൻസിറ്റി റോ, അതേപോലെ റേഡിയസ് ആർ, സർഫസ് ടെൻഷൻ എസുമായിട്ട് ഡിപ്പെൻഡൻസി ഉണ്ട് അല്ലേ? ദ സർഫസ് ടെൻഷൻ ഓഫ് എ ഫ്രീ ലിക്വിഡ് സർഫസ് ഈസ് ഡിഫൈൻഡ് ആസ് ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത്. സർഫസ് ടെൻഷൻ നമുക്കറിയാം. ദ ഡിപ്പെൻഡൻസീസ് ഓഫ് ടൈം പീരീഡ് ക്യാൻ ബി ഗിവൺ ബൈ. അപ്പൊ ടൈം പീരീഡ് പ്രപ്പോർഷണൽ ടു നമുക്ക് ഡെൻസിറ്റി റൈസ് ടു എ, റേഡിയസ് റൈസ് ടു ബി, സർഫസ് ടെൻഷൻ റൈസ് ടു സി എന്ന് എഴുതാം. അപ്പൊ ഇതൊക്കെ നിങ്ങൾ ഓൾറെഡി പലതവണ ചെയ്തിട്ടുള്ള കോൺസെപ്റ്റുകളാണ്. പെട്ടെന്ന് ചെയ്തു. ടൈം പീരീഡ് അപ്പൊ നമുക്ക് m⁻0, l⁻0, t⁻1 which is equal to ഡെൻസിറ്റി. ഡെൻസിറ്റി എന്ന് പറയുമ്പോൾ മാസ് ബൈ വോളിയം ആണ്. അപ്പം ml⁻³ അല്ലേ? അപ്പോൾ m⁻1, l⁻³ t⁻0 ദ ഹോൾ റൈസ് ടു a ഇൻറ്റു റേഡിയസ് ആണ്. അപ്പം m⁻0 l t⁻0 അപ്പോൾ l⁻1 എന്ന് എഴുതാം, റൈസ് ടു b ഇൻറ്റു സർഫസ് ടെൻഷൻ.
മക്കളെ സർഫസ് ടെൻഷൻ എന്ന് പറയുമ്പം ഫോഴ്സ് പെർ ലെങ്ത് ആണ്. ഫോഴ്സ് എന്ന് പറഞ്ഞാൽ mL T⁻² ഡിവൈഡഡ് ബൈ L. അപ്പോൾ എല്ലും നമുക്ക് പോയി. m⁻1 T⁻². അല്ലേ? അപ്പോൾ സർഫസ് ടെൻഷൻ നമുക്ക് ഇവിടെ എന്ത് കൊടുക്കാം? m⁻1 L⁻0 T⁻²⁻2c എന്ന് കൊടുക്കാം. ഇനി നിങ്ങളിവിടെ നോക്കിയേ, ഇവിടെ ടൈം പീരീഡ് മാത്രമേ ഉള്ളൂ. അപ്പം നമ്മൾ m⁻0 L⁻0 ഒക്കെയാണ്, ടൈം പീരീഡ് മാത്രമേ ഉള്ളൂ. അപ്പം ടിയുടെ ടേം മാത്രം ആദ്യം അങ്ങ് നോക്കാം. അപ്പം നമുക്ക് വളരെ പെട്ടെന്ന് ഓപ്ഷനിലേക്ക് എത്താൻ പറ്റിയാൽ അവിടെ കൊണ്ട് നമുക്കത് വൈൻഡ് അപ്പ് ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ ബാക്കി ചെയ്ത് നോക്കുക എന്നുള്ളതേ ഉള്ളൂ. അപ്പം T⁻1 വിച്ച് ഈസ് ഈക്വൽ ടു, ഇവിടെ നിങ്ങൾ നോക്കിയേ, ഇത് 0 ആയി പോകും, ഇത് T⁻0 ആയി പോകും അല്ലേ? ഇവിടെ T0 ആണ്, ഇവിടെ T0 ആണ്, ഇവിടെ T⁻2c ആണ്. T⁻2c ആണ്. നമുക്ക് എല്ലാം എഴുതി നോക്കാൻ വേണമെങ്കിൽ m⁻a പ്ലസ് ഇത് 0 ആയിപ്പോ ഇത് പ്ലസ് c അങ്ങനെ എഴുതി നോക്കാം. പക്ഷെ അതെല്ലാം നമുക്ക് എളുപ്പത്തിൽ ഇത് എഴുതി പോകാൻ പറ്റും. അപ്പം T⁻1 T⁻2c എന്ന് കിട്ടി. സോ ഇവിടുന്ന് നമുക്ക് എന്ത് പറയാം? -2c ഈക്വൽ ടു 1 ആണ്, വിച്ച് ഇംപ്ലൈസ് c ഈക്വൽ ടു -1/2 എന്ന് കിട്ടി. c ഈക്വൽ ടു -1/2 എന്ന് കിട്ടി. ഡയറക്റ്റ് പെട്ടെന്ന് കിട്ടും ഇത്. അപ്പം c ഈക്വൽ ടു -1/2 എന്ന് കിട്ടും. നിങ്ങൾ ഇവിടെ നോക്കിക്കുക, നമ്മൾ എഴുതി വെച്ചിരിക്കുന്നത് ടൈം പീരീഡ് പ്രപ്പോർഷണൽ ടു സർഫസ് ടെൻഷൻ റേസ് ടു c എന്നാണ്. അതായത് ടൈം പീരീഡ് പ്രപ്പോർഷണൽ ടു സർഫസ് ടെൻഷൻ റേസ് ടു 3 എന്നാണ്. അതായത് ടൈം പീരീഡ് പ്രപ്പോർഷണൽ ടു സർഫസ് ടെൻഷൻ റേസ് ടു c -1/2 -1/2. അതായത് ടൈം പീരീഡ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു √s എന്ന് പറയാൻ പറ്റും. ടൈം പീരീഡ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു √s എന്ന് എനിക്ക് പറയാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഇവിടെ നോക്കിയാൽ ടൈം പീരീഡ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു √s വരുന്ന ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ. ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു എസുമായിട്ട് √1/2 വരുന്ന ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. അപ്പോൾ അവിടെ നിന്ന് ഡയറക്റ്റ് ആൻസർ നമുക്ക് പറയാൻ പറ്റും ഓപ്ഷൻ 1 ആണ്. അപ്പോൾ ഇത്രയും കോൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നമ്മുടെ മോക്ക് സീരീസ്, രണ്ടാമത്തെ മോക്ക് സീരീസിൻ്റെ പാർട്ട് എ ഡിസ്കഷൻ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യുകയാണ്. പാർട്ട് ബിയുടെ ഡിസ്കഷൻ നമുക്ക് നിങ്ങളുടെ റെസ്പോൺസോടെ നോക്കിയിട്ട്, ഞാൻ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞിരുന്നു, നിങ്ങൾ ഈ വീഡിയോസിൻ്റെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണമെന്ന്. നിങ്ങളുടെ റെസ്പോൺസോടെ നോക്കിയിട്ട് ഒന്നെങ്കിൽ നമ്മളത് നാളെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ക്വസ്റ്റ്യൻസിനകത്ത് ബുദ്ധിമുട്ടോ ഡിഫിക്കൽട്ടിയോ ഫീൽ ചെയ്യുകയാണെങ്കിൽ നാളെ രാവിലെ തൊട്ട് നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻസ് നമ്മുടെ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ, നമ്മൾ ഓൾറെഡി വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന ആ വാട്സപ്പ് നമ്പറിൽ അയക്കാവുന്നതാണ്. അപ്പോൾ അതിലൂടെ ഞാൻ ഉറപ്പായിട്ട് ഞങ്ങളതിൻ്റെ സൊല്യൂഷൻസൊക്കെ നിങ്ങൾക്ക് തരുന്നതായിരിക്കും, ഒരു പ്രശ്നവുമില്ല. സോ മക്കളെ, നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും കണ്ടുമുട്ടാം. അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കുക. ഓൾ ദ വെരി ബെസ്റ്റ്.